ഹായ് ഓൾ, ബിസിനസ് ഡാറ്റ അനലിറ്റിക്സിൻ്റെ നമ്മുടെ സെക്കൻഡ് സെഷൻ അല്ലേ? ഫസ്റ്റ് സെഷൻ നിങ്ങൾ കണ്ടായിരുന്നോ? കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണുക കേട്ടോ. നമ്മൾ അതിൻ്റെ പാറ്റേണും പേപ്പർ പാറ്റേണും എത്രയാണ് ഓരോ ചാപ്റ്റർ എന്നുള്ള വെയിറ്റേജ് എന്നൊക്കെ നമ്മൾ ഫസ്റ്റ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ അതിൽ തന്നെ എന്താണ് നമ്മുടെ 8th മൊഡ്യൂൾ ഫുള്ള് കവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ 9th മൊഡ്യൂൾ അതിലേക്കാണ് നമ്മളിപ്പോൾ പോകാൻ പോകുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ 9th മൊഡ്യൂൾ. ഡേറ്റ പ്രോസസ്സിംഗ്, ഓർഗനൈസേഷൻ, ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണം. എന്താണ് ഞാൻ മാർക്ക് ചെയ്യാൻ പറയുന്ന കാര്യങ്ങളൊക്കെ എന്താണ് ടെക്സ്റ്റിൽ തന്നെ മാർക്ക് ചെയ്ത് പോവുക, അത് സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ ഒരു മൊഡ്യൂളിനകത്ത് വരുന്നത് ഇതാ, ഡെവലപ്മെൻറ്റ് ഓഫ് ഡേറ്റ പ്രോസസ്സിംഗ് 9.1. എന്താണ് ഡേറ്റ പ്രോസസ്സിംഗ് അല്ലെങ്കിൽ അതിൻ്റെ ഡെവലപ്മെൻറ്റ് നോക്കിക്കേ. ഇതിലെ ഫസ്റ്റ് ലൈൻ, ഡേറ്റ പ്രോസസ്സിംഗ് is the process of organizing, categorizing, manipulating data in order to extract information. നമ്മുടെ 8th മൊഡ്യൂളിനകത്ത് നമ്മളൊരു സൈക്കിളിനെ പറ്റി പറഞ്ഞു അല്ലേ? റോ ഡാറ്റയെ നമ്മൾ എടുത്തിട്ട് എന്തോ ചെയ്യും, അതിനെ എന്ത് ചെയ്യും, നമ്മളതിനെ പ്രോസസ്സ് ചെയ്യും, അതിനെ ലാസ്റ്റ് ഇൻഫർമേഷൻ ആക്കും. ഇൻഫർമേഷൻ നമ്മൾ വീണ്ടും എന്തോ ചെയ്യും, അതിനെ നമ്മൾ നോളജ് ആക്കും അല്ലേ? സോ എന്താ പറയുന്നത്, നമ്മൾ എടുക്കുന്ന റോ ഡേറ്റയെ ഓർഗനൈസ് ചെയ്ത് കാറ്റഗറൈസ് ചെയ്ത് വേണ്ട വിധത്തിൽ അതിനെ ആക്കിയെടുത്തതിന് ശേഷം എന്താണ്, അതിനെ ഇൻഫർമേഷൻ ആക്കും. ഇൻഫർമേഷൻ ഇൻ ദിസ് കോണ്ടെക്സ്റ്റ് റെഫേഴ്സ് ടു വാരിയബിൾ കണക്ഷൻ ആൻഡ് ട്രെൻഡ്സ് ദാറ്റ് മേ ബി യൂസ് ടു അഡ്രസ്സിംഗ് പ്രസിംഗ് ഇഷ്യൂസ്. അത് എന്ത് ഇഷ്യൂ വേണേലും ആകാം, വെദർ ഇറ്റ്സ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എന്താണ് നോൺ ഫിനാൻഷ്യൽ, എന്തും ആയിക്കോട്ടെ, എല്ലാ ഫീൽഡിലും എന്താണ് നമുക്ക് ഇൻഫർമേഷൻ യൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് ഇവിടെ പറയുന്നത്. സോ ഇവിടെ എന്താണ് ഈ ഒരു ലൈൻ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെത്, ഇവിടെ ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഡേറ്റ പ്രോസസ്സിംഗ് നോക്കിക്കേ, റിക്വയർസ് എ ലോട്ട് ഓഫ് ഹ്യൂമൻ ലേബർ പ്രോഗ്രസീവ്ലി സൂപ്പർസീഡഡ് ബൈ മോഡേൺ ടൂൾസ് ആൻഡ് ടെക്നോളജി. പണ്ട് ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എന്താണ് ഒന്ന് ആലോചിച്ച് നോക്ക്. പണ്ട് കാലത്ത് ഇത്രയും AI അല്ലെങ്കിൽ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ എന്താണ് ഇത്ര സ്മാർട്ടായ ഡിവൈസസ് ഒന്നുമില്ല. അപ്പോൾ ആൾക്കാർ തന്നെ എന്താണ് മാനുവലി ചെയ്യണമായിരുന്നു അല്ലേ? അത് കഴിഞ്ഞപ്പോൾ എന്താണ് പതിയെ ടെക്നോളജി ഡെവലപ്പ് ആകാൻ തുടങ്ങി. അപ്പോൾ മെഷീൻസ് വന്നു. ആൻഡ് ഇപ്പം എന്താണ്, ഇപ്പോൾ ഫുൾ ഓട്ടോമേഷനാണ്. ഇപ്പം എല്ലാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ് അല്ലേ? സോ അതിൻ്റെ ഒരു ഇതാണ് ഇവിടെ പറയുന്നത്. നോക്കിക്കേ, ഡേറ്റ പ്രോസസ്സിംഗ് that used to require a lot of human labor progressively superseded by modern tools. ആദ്യമേ എന്താണ് ഹ്യൂമൻ ലേബർ ആയിരുന്നു, അതിനെന്താണ് മോഡേൺ ടൂൾസ് വന്നു. ആൻഡ് ലേറ്റർ എന്താണ് വന്നത്, ടെക്നോളജി. സോ അതാണ് ഇവിടെ പറയുന്നത്, കാര്യമായിട്ടൊന്നുമില്ല. The techniques and procedures used in data processing, information extraction algorithms are well developed in the recent years. For instance, the treatment of facial data classification is necessary for the just എന്താണ് നോട്ട് നെസസറി, അത്ര എന്താണ് പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ. ഓക്കെ, ഇപ്പം എന്താണ് പറയുന്നത്, ഒരു എക്സാമ്പിൾ പറയട്ടെ. ഇപ്പം നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ് എന്താണ് നമ്മൾ എടുത്തു കഴിയുമ്പം നമുക്ക് ഓരോ ആൾക്കാരുടെയും ഫോട്ടോ അനുസരിച്ചിട്ട്, ഒരാളുടെ ഫോട്ടോ അനുസരിച്ചിട്ട് ആ ആളെ ഏതൊക്കെ ഫോട്ടോസിൽ വരുന്നോ ആ ഫോട്ടോസിനെ എല്ലാം കൂടെ എന്ത് ചെയ്യും, ഗ്രൂപ്പ് ചെയ്ത് വെക്കുന്നുണ്ട് അല്ലേ? ഇതൊക്കെ വേണമെങ്കിൽ നമുക്കൊരു ഡേറ്റ പ്രോസസ്സിംഗ് എന്ന് വേണേൽ പറയാം അല്ലേ? സോ അതിൻ്റെ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. അതുപോലെ എന്താണ് ടൈം സീരീസ് അനാലിസിസ്, എന്താണ് പ്രോസസ്സിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ഡേറ്റ, പാസ്റ്റ് ഇയേഴ്സിലെ ട്രെൻഡ്സ് വെച്ചിട്ട് എന്താണ് അനലൈസ് ചെയ്ത് ഫ്യൂച്ചറിനെ പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ എന്താണ് ടോപ്പ് 10 ഗെയിനേഴ്സ്, ടോപ്പ് 10 ലൂസേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്താണ് നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് എടുത്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അന്നേ ദിവസത്തെ ടോപ്പായിട്ട് ഗെയിനിങ് ആയിട്ടുള്ള 10 കമ്പനീസ് ആരൊക്കെയാണ്, അന്നേ ദിവസം ടോപ്പായിട്ട് ലൂസിങ് ആയിട്ടുള്ള കമ്പനീസ് ആരൊക്കെയാണ്. സോ ഇതൊക്കെ എന്താണ് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ പറയാൻ പറ്റും. ഓക്കെ, സോ അതൊക്കെയാണ് പറയുന്നത്. ആൻഡ് ഈ ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഹിസ്റ്ററിനെ പറ്റിയാണ് പറഞ്ഞത്. ഞാനിപ്പോൾ പറഞ്ഞല്ലേ, ആദ്യമേ മനുഷ്യരായിരുന്നു, അത് കഴിഞ്ഞിട്ട് എന്താണ് മെഷീൻസ് വന്നു, ലേറ്റർ എന്താണ് ഫുള്ളി ടെക്നോളജി വന്നു. സോ അതിൻ്റെ ഹിസ്റ്ററി നോക്കിക്കേ, മാനുവൽ ഡേറ്റ പ്രോസസ്സിംഗ്, മെക്കാനിക്കൽ ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിംഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇതിനെ ഞാനൊരു എക്സാമ്പിൾ വെച്ചിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞുതരാം. നമ്മുടെ സെയിം ഗൂഗിൾ ഫോട്ടോസിൻ്റെ എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പണ്ട്, അതായത് സ്മാർട്ട് ഫോൺസ് ഒക്കെ വരുന്നതിന് മുമ്പത്തെ കാലത്ത് നമ്മൾ എന്തോ ചെയ്യും, നമ്മളൊരു ഫോട്ടോ എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും, ഡിജിറ്റൽ ക്യാമറയല്ല, അല്ലാത്ത ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നു, വാഷ് ചെയ്യുന്നു, അതിനെ എന്ത് ചെയ്യുന്നു, ഫോട്ടോ ആക്കുന്നു. ഫോട്ടോ കിട്ടിയതിന് ശേഷം എന്തോ ചെയ്യും,
അതിനെ ആൽബം ആക്കും അല്ലേ? ആ ബർത്ത്ഡേയുടെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, നമ്മൾ ഓരോ ഫോട്ടോയിനെ എന്ത് ചെയ്യും, ആൽബത്തിൽ ഒട്ടിച്ചൊട്ടിച്ച് വെക്കും അല്ലേ? ഇങ്ങനെയായിരുന്നു എന്ത് മാനുവലി നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. സോ ഇതാണ് എന്ത് മാനുവൽ ഡേറ്റ പ്രോസസ്സിംഗ്. നമുക്ക് നോക്കാം. Involves processing data without much assistance from the machine. Prior to the phase of mechanical data processing, only small scale data processing was possible using manual efforts. ഇനി അതുമല്ല, ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസ് നോക്കുക. ഫയൽസ് അല്ലേ, നമ്മൾ എന്തോ ചെയ്യും, ഓരോ ഫയൽ എടുക്കും, ആ ഫയലിനകത്ത് എന്ത് ചെയ്യും, അതിനൊരു പേര് കൊടുക്കും, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, ആ ഫയലിനകത്ത് എഴുതി വെക്കും. ചില ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെയല്ലേ, നമ്മൾ പറയത്തില്ല, ചെല്ലുമ്പം പേഷ്യൻറ്റിൻ്റെ ഫയൽ എടുക്കാൻ പറയും അല്ലേ? അപ്പം എന്ത് ചെയ്യും, ആ ഫയലിനകത്ത് പേഷ്യൻറ്റിൻ്റെ ഹിസ്റ്ററി എല്ലാം കാണും അല്ലേ? ഇതെല്ലാം ആരാ ചെയ്യുന്നത്? എഴുതി ഇതെല്ലാം ഫയൽ ചെയ്ത് വെക്കും. സോ ഇതാണ് എന്താ മാനുവൽ ഡേറ്റ പ്രോസസ്സിങ്. അവിടെ മെഷീൻസിൻ്റെ ഇൻ്റർവെൻഷൻ ഇല്ല. ഓക്കെ, അപ്പം നമ്മുടെ ഫോട്ടോസിൻ്റെ എക്സാമ്പിൾ ഓർത്താൽ മതി. നമ്മൾ ക്യാമറയിൽ, സാധാ ക്യാമറയിൽ ഫോട്ടോ എടുക്കുന്നു, വാഷ് ചെയ്യുന്നു, ഫോട്ടോ കിട്ടുന്നു, ആൽബത്തിൽ ഒട്ടിച്ച് വെക്കുന്നു. ഓക്കെ, സോ മാനുവൽ ഡേറ്റ പ്രോസസ്സിങ് എന്താണ്, കുറെ കൂടെ എന്താണ്, നമുക്ക് എല്ലായിടവും ഇരുന്ന് ചെയ്യാൻ പറ്റത്തില്ല. ഭയങ്കര ഒരുപാട് ട്രാൻസാക്ഷൻസ്, ഒരുപാട് വോളിയം ഉണ്ടെങ്കിൽ ഭയങ്കര മെനക്കേടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്ത് വന്നു? മെക്കാനിക്കൽ ഡേറ്റ പ്രോസസ്സിങ്. മെക്കാനിക്കൽ ഡേറ്റ പ്രോസസ്സിങ് എന്താ പറയുന്നത്? യൂസിങ് മെക്കാനിക്കൽ ടൂൾസ് ആൻഡ് ടെക്നോളജീസ്, നോട്ട് മോഡേൺ കമ്പ്യൂട്ടേഴ്സ്. മോഡേൺ കമ്പ്യൂട്ടേഴ്സ് അല്ല, അല്ലാത്ത ടെക്നോളജീസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് അവർ ഡേറ്റ പ്രോസസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്, മറ്റേ പഞ്ച് കാർഡ് സിസ്റ്റം എന്താണ്, അതുപോലെ പോപ്പുലേഷൻ സെൻസസ് ഫൈൻഡ് ചെയ്യാൻ വേണ്ടി അവർ യൂസ് ചെയ്ത ടെക്നോളജിനെ പറ്റി പറയുന്നുണ്ട്. സോ മെക്കാനിക്കലിനകത്തുള്ള എന്താണ്, യൂസിങ് മെക്കാനിക്കൽ ടൂൾസ് ആൻഡ് ടെക്നോളജീസ് അതർ ദാൻ മോഡേൺ കമ്പ്യൂട്ടേഴ്സ്. നമ്മുടെ സെയിം എക്സാമ്പിൾ എടുക്കാം. ഇപ്പം നമ്മൾ ആൽബം ക്രിയേറ്റ് ചെയ്തെന്ന് പറഞ്ഞു അല്ലേ? ആൽബം ക്രിയേറ്റ് ചെയ്തു, കുറച്ച് കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു, സ്മാർട്ട് ഫോൺ വന്നു എന്ന് വിചാരിക്കുക. എനിക്ക് തോന്നുന്നു 2010 തൊട്ട് ആണ് സ്മാർട്ട് ഫോൺസ് വരാൻ തുടങ്ങിയത്. സോ അതിനകത്തൊക്കെ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തോ ചെയ്യാൻ പറ്റും, നമ്മൾ പണ്ട് ആൽബം എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും, എന്നിട്ട് എന്ത് ചെയ്യും, റിലേറ്റഡ് ഫോട്ടോസ് എല്ലാം നമ്മൾ അതിനകത്തേക്ക് മാറ്റി ഇടുമായിരുന്നു അല്ലേ? കോപ്പി ചെയ്തിട്ട് മൂവ് ചെയ്തിട്ട് അതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യും, പേസ്റ്റ് ചെയ്തിടുമായിരുന്നു അല്ലേ? സോ അങ്ങനെയാണ് എന്ത് നമ്മൾ മെക്കാനിക്കൽ ഡേറ്റ പ്രോസസ്സിങ് ചെയ്യുന്നത്. അപ്പോൾ അത് സോർട്ട് ചെയ്യാനായിട്ട് എന്താണ്, ഹ്യൂമൻസിൻ്റെ ഇൻ്റർവെൻഷനും ഉണ്ട്, നമ്മൾ എന്ത് ചെയ്യും, ഒരു ടൈപ്പ് മെഷീൻ യൂസ് ചെയ്യും. ഓക്കെ, അതും കഴിഞ്ഞു. ഇപ്പം എന്താണ്, ഇപ്പം ഫുൾ ഓട്ടോമേഷനായി അല്ലേ? അതും കഴിഞ്ഞ് എന്താ, ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിങ്. ഞാനിപ്പോൾ പറഞ്ഞു നമ്മുടെ ഗൂഗിൾ ഫോട്ടോസ്, നമ്മുടെ ഫേഷ്യൽ ഡേറ്റയെ ഐഡൻറ്റിഫൈ ചെയ്യുന്നു, ഒരേ പോലത്തെ എന്ത് ചെയ്യും, ആ ഒരു ഫേസ് ഏതൊക്കെ ഫോട്ടോസിൽ വരുന്നു, അങ്ങനെയുള്ളവരെല്ലാം എന്ത് ചെയ്യും, ആൾക്കാരനുസരിച്ചിട്ട് സോർട്ട് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്ത് ചെയ്യും, സിമിലർ ആയിട്ടുള്ള ഫോട്ടോ, സിമിലർ ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട്, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഗ്രൂപ്പ് ചെയ്യാൻ തുടങ്ങി അല്ലേ? ഇടയ്ക്ക് അങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ, ഗൂഗിൾ ഫോട്ടോസിൽ നിന്നൊക്കെ എന്ത് ചെയ്യും, നമുക്ക് നോട്ടിഫിക്കേഷൻസ് വരാറുണ്ടല്ലേ? ലാസ്റ്റ് ഇയർ ദിസ് ഡേ എന്ന് പറഞ്ഞിട്ട്, എന്നിട്ട് എന്ത് ചെയ്യുക, അവരൊരു കൊളാജ് ഒക്കെ ക്രിയേറ്റ് ചെയ്ത് തരും. സോ അതൊക്കെ എന്താണ്, ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിങ്ങിൻ്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണേൽ പറയാം. നോക്കിക്കേ, ഇലക്ട്രോണിക് ഡി പി റീപ്ലേസ് ദ അതർ ടു ദാറ്റ് റിസൾട്ടഡ് ഇൻ ഫോൾ ഇൻ മിസ്റ്റേക്സ് ആൻഡ് റൈസിങ് പ്രൊഡക്ടിവിറ്റി. നമ്മളായിട്ട് ഇരുന്നൊന്നും ചെയ്യണ്ട, അതായിട്ട് തന്നെ ഇരുന്ന് ചെയ്തോളും അല്ലേ? നോക്കിക്കേ, ഡൺ ഇലക്ട്രോണിക്കലി യൂസിങ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ കട്ടിംഗ് എഡ്ജ് ഇലക്ട്രോണിക്സ്, നൗ വൈഡ്ലി യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രി, റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അക്കാഡമിയ. ഇപ്പം എന്താണ്, ഇപ്പം നമുക്കൊന്നും മെനക്കെട്ടിരുന്ന് ചെയ്യേണ്ടി വരുന്നില്ല. ഇപ്പം എന്താണ്, ഇപ്പം എല്ലാം ഇലക്ട്രോണിക് ആണ്. സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ചാറ്റ് GPT, നമ്മൾ കുറേ എന്താണ് സ്കാറ്റേഡ് ഡേറ്റ ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതെന്ത് ചെയ്യും, സോർട്ട് ചെയ്ത് കൈ തരും. അതുപോലെ തന്നെ നമ്മുടെ എക്സലിനകത്താണെങ്കിൽ ഇതുപോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. സോ എന്താണ്, ഇതൊക്കെ എന്താണ്, ഇലക്ട്രോണിക് ഡേറ്റ പ്രോസസ്സിങ്. ഓക്കെ, അപ്പം നമ്മൾ 3 ടൈപ്പ് ഓഫ് ഡേറ്റ പ്രോസസ്സിങ്ങിനെ പറ്റി പറഞ്ഞു. മെക്കാനിക്കൽ, അത് എന്താണ്, മാനുവൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക് അല്ലേ? MME, മാനുവൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്. അടുത്തത്, ഹൗ ഡേറ്റ പ്രോസസ്സിംഗ് ആൻഡ് ഡേറ്റ സയൻസ് ഇസ് റെലവൻറ്റ് ഫോർ ഫിനാൻസ്. നമ്മുടെ ഫൈനാൻസ് ഫീൽഡിൽ എങ്ങനെയാണ് ഇതിന് റെലവൻസ് ഉള്ളത്, ഇതിനെങ്ങനെയാണ് പ്രാധാന്യമുള്ളത്? ഇവിടെ 9 പോയിന്റ്സ് പറയുന്നുണ്ട്. നിങ്ങൾ എന്താണ്, ഇതിൻ്റെ ഈ 9 പോയിന്റ്സിൻ്റെയും ടൈറ്റിൽ മസ്റ്റ് ആയിട്ടും പഠിക്കണം. ഇവിടെ ഈ പടവായിട്ട് കൊടുത്തിട്ടുണ്ട്. റിയൽ ടൈം, റിസ്ക്, കസ്റ്റമർ ഡേറ്റ, കൺസ്യൂമർ, കസ്റ്റമർ സെഗ്മെന്റേഷൻ, പേഴ്സണലൈസ് സർവീസസ്, പ്രെഡിക്റ്റീവ് അനാലിസിസ്, ഫ്രോഡ് ഡിറ്റക്ഷൻ, അഡ്വാൻസ് കസ്റ്റമർ സർവീസസ്, അനോമലി ഡിറ്റക്ഷൻ ആൻഡ് അൽഗോരിതമിക് ട്രേഡിംഗ്. സോ ഈ ഒരു 9 പോയിന്റ്സും മസ്റ്റായിട്ടും, ആ ഹെഡിങ്സ് മസ്റ്റായിട്ടും പഠിക്കണം. ആൻഡ് എക്സ്പ്ലനേഷൻസ് എന്താണ്, നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വെച്ചിട്ട് എന്ത് ചെയ്യുക, എഴുതാൻ പറ്റും. ഓക്കെ, സോ നമ്മളിവിടെ പറഞ്ഞ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ ഓർത്ത് കഴിഞ്ഞാൽ തന്നെ എന്താണ്, നിങ്ങൾക്ക് അതിൻ്റെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറ്റും. റിസ്ക് അനലിറ്റിക്സ്,
ഫസ്റ്റ് വൺ എന്താണ്? റിസ്ക് അല്ലേ? നോക്കിക്കേ, ബിസിനസ്സിൽ റിസ്ക് ഉണ്ട്. സോ എന്താണ്, നമ്മൾ എന്തെങ്കിലും തീരുമാനം എടുക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിലുള്ള റിസ്ക് ഫാക്ടേഴ്സ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി ഡേറ്റ സയൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എളുപ്പമല്ലേ? തീരുമാനം എടുക്കുന്നതിന് മുന്നേ റിസ്ക് എലമെന്റ്സ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നോക്കിക്കേ, ഫോർ ഡിഫെൻഡിങ് ദ ബിസിനസ് അഗൈൻസ്റ്റ് പൊട്ടൻഷ്യൽ സൈബർ സെക്യൂരിറ്റി റിസ്ക് ഈസ് റിസ്ക് അനലിറ്റിക്സ്. നമുക്ക് ഏതെല്ലാം രീതിയിലൊക്കെ നമ്മുടെ ഡേറ്റ ചോർത്തി കൊണ്ടുപോകാൻ സാധ്യതയുണ്ടെന്നൊക്കെ എന്താണ് നമുക്ക് സൈബർ സെക്യൂരിറ്റി റിസ്ക് എന്താണ് നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. വിച്ച് ഇസ് ഡിറ്റർമിൻ ത്രൂ ഡേറ്റ സയൻസ്. ഡേറ്റ സയൻസ് അതിനെ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. പിന്നെ എന്താണ്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ മെഷീൻ ലേണിംഗ് അൽഗോരിതം, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. Machine learning algorithm can look through the historical transactions and general information to help the banks analyze each customer reliability and trustworthiness. നിങ്ങളൊന്ന് ആലോചിച്ചേ, എൻ്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒരു ബാങ്കിന്റെ എന്താണ് മെഷീൻ ലേണിംഗ് അൽഗോരിതം. മെഷീൻ ലേണിംഗ് അൽഗോരിതം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ പാറ്റേൺ അനലൈസ് ചെയ്ത് പ്രെഡിക്റ്റ് ചെയ്ത് എന്താണ് നമ്മുടെ സ്വഭാവം മനസ്സിലാക്കുക. സോ അതൊരു മെഷീൻ ചെയ്യുവാണെങ്കിൽ അതിന് പറഞ്ഞ പേരാണ് മെഷീൻ ലേണിംഗ് അൽഗോരിതം. ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മുടെ ഇൻസ്റ്റഗ്രാമിലെ നമുക്ക് വരുന്ന ആഡ്സ് അല്ലേ. ആമസോണിൽ ഞാൻ എന്തൊക്കെ സെർച്ച് ചെയ്യുന്നോ ആ സാധനങ്ങളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ ആഡ് ആയിട്ട് വരും അല്ലേ. സോ അത് തന്നെ ഒരു മെഷീൻ ലേണിംഗ് അൽഗോരിതമാണ്. നമ്മുടെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി, നമ്മുടെ പെർച്ചേസ് ഹിസ്റ്ററി, നമ്മുടെ സെർച്ച് ഹിസ്റ്ററി, ഇതൊക്കെ വെച്ചിട്ട് എന്താണ് നമുക്ക് വേണ്ടത് കാണിച്ചു തരും. അത് വെച്ചിട്ട് നമ്മുടെ സ്വഭാവം എന്ത് ചെയ്യും, അവർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. സോ എന്താണ് ഇവിടെ പറയുന്നത്, കസ്റ്റമറിന്റെ റിലയബിലിറ്റിയും ട്രസ്റ്റ് വർത്തിനെസ്, ഇയാൾ എടുത്ത ലോൺ തിരിച്ചടയ്ക്കുവോ അല്ലെങ്കിൽ എന്താണ് ഇയാളുടെ ക്രെഡിറ്റ് വർത്തിനെസ്സിനെ എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യാൻ എന്ത് ചെയ്യും, ഇങ്ങനത്തെ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് എന്താണ് അവർക്ക് ഇനിയും ലോൺ കൊടുക്കണോ വേണ്ടായോ എന്നുള്ള തീരുമാനം എടുക്കാൻ ബാങ്കിനെ സഹായിക്കും. ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ്. സോ ഇതിനകത്ത് ഇത്രേ പറയുന്നുള്ളൂ അല്ലേ. എന്താണ്, നമ്മളൊരു തീരുമാനം എടുക്കുന്നതിന് മുന്നേ അത് എടുക്കണോ വേണ്ടായോ അതുമായിട്ടുള്ള റിസ്കിനെ എല്ലാം എന്ത് ചെയ്യും, ഇങ്ങനെ ഡേറ്റ സയൻസ് നമുക്ക് കാണിച്ചു തരും. അതാണെന്ത് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വൺ, റിയൽ ടൈം അനലിറ്റിക്സ്. റിയൽ ടൈം അനലിറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നോക്കിക്കേ, പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡേറ്റ അക്യൂമുലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടായിരുന്നു എന്താ നമുക്ക് അനലിറ്റിക്സ് ചെയ്യാൻ പറ്റുന്നത് അല്ലേ. പക്ഷെ ഇപ്പൊ എന്താണ്, ഇപ്പൊ സ്പോട്ടിലാണ് പിടിയും നമുക്ക് ചെയ്തു പോകാൻ പറ്റും. Prior to the significant advancements in data engineering, all data was historic in nature. എന്താണ്, നമ്മുടെ പാസ്റ്റ് ഡേറ്റാനെ വെച്ചായിരുന്നു അനാലിസിസ് നടത്തിക്കൊണ്ടിരുന്നത്. ഡേറ്റ എഞ്ചിനീയേഴ്സ് വുഡ് ഡിസ്കവർ സിഗ്നിഫിക്കൻസ് in numbers that were days, weeks, months or even years old since they were the only accessible information അല്ലേ. അതിനർത്ഥം എന്നാ, അവർക്കത് കുറച്ചുകൂടി ബുദ്ധിമുട്ടായിരുന്നു. എന്താണ്, ഈ റിയൽ ടൈമായിട്ട് ഇപ്പോൾ ഉള്ള ഡേറ്റേനെ ഇരുന്ന് അനലൈസ് ചെയ്യുന്ന അവർക്ക് പാടാം. അവർക്ക് പാസ്റ്റ് ഡേറ്റേനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കാനേ പറ്റുന്നുള്ളായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ്, ഇപ്പം അത് കുറച്ചുകൂടെ എന്താണ് സ്പീഡപ്പ് ആയതുകൊണ്ട് റിയൽ ടൈം അറ്റ് നൗ എന്താണ് കറണ്ട് പൊസിഷൻ എന്താണെന്ന് ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ പണ്ട് ഇതുപോലെ സ്റ്റോക്ക് ബ്രോക്കേഴ്സ് BSEയിൽ ചെന്നിട്ട് എന്താണ് ഇങ്ങനെ നിന്ന് ബിഡ് വിളിക്കും, അങ്ങനെയായിരുന്നു നടത്തുകൊണ്ടിരുന്നത്. ഇപ്പം എന്താണ്, ഇപ്പം എല്ലാം എന്താണ് ഓൺലൈനാ, ഒരു ബ്രോക്കറിനെ നമ്മൾ കാണുന്നില്ല അല്ലേ. എല്ലാം എന്താണ് സെറോദ അല്ലെങ്കിൽ അപ്സ്റ്റോക്സ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രോ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു ആപ്പ് എടുക്കുന്നു, ഡിമാറ്റ് തുടങ്ങുന്നു, ബൈ കൊടുക്കുന്നു, സാധനം വരുന്നു അല്ലേ, ബൈ കൊടുക്കുന്നു, ഷെയർ വരുന്നു, സെല്ല് കൊടുക്കുന്നു, ഷെയർ പോകുന്നു. ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ആരും കാണുന്നില്ല. റിയൽ ടൈമാണ് സ്റ്റോക്കിന്റെ പ്രൈസ്, റിയൽ ടൈമാണ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. പാസ്റ്റ് ട്രെൻഡ്സ് ആണെങ്കിലും എന്താണ് നമുക്ക് ഈ സ്പോട്ടിൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റും അല്ലേ. പക്ഷെ എന്താണ് മറ്റേ പഴയത് എങ്ങനെയായിരുന്നു, പണ്ട് നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. സോ അതാണ് റിയൽ ടൈം അനലിറ്റിക്സ്. ഓക്കെ, no analysis could be performed until a batch of data had been gathered within a predetermined time scale. അതുകൊണ്ട് തന്നെ എന്തായിരുന്നു അവർക്കത് പാടായിരുന്നു. പക്ഷെ ഇപ്പം എന്താണ് ഇതുള്ളത് കൊണ്ട് എന്താണ് റിയൽ ടൈം അനലിറ്റിക്സ് ആർ നൗ അവൈലബിൾ ആസ് ഡേറ്റ എഞ്ചിനീയറിംഗ്, ഡേറ്റ സയൻസ്, മെഷീൻ ലേണിംഗ് വർക്ക് ടുഗദർ ടു പ്രൊവൈഡ് ദ ഒപ്റ്റിമൽ യൂസർ എക്സ്പീരിയൻസ്. ഇത്രയും മതി. ഓക്കെ, സോ ഇവിടം തൊട്ട് prior to the advancement in data engineering ഈ ഒരു ലൈന്, പിന്നെ എന്താണ് ഈ ഒരു പാരഗ്രാഫ്. ദാറ്റ്സ് ഇറ്റ്. സോ അവിടെ അത്ര മതി എന്താ റിയൽ ടൈം അനലിറ്റിക്സ്. അടുത്ത എന്താ കസ്റ്റമർ ഡേറ്റ മാനേജ്മെന്റ്. അതിനർത്ഥം എന്നാ നോക്കിക്കേ, പേര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റ സയൻസ് ഇനേബിൾസ് എഫക്റ്റീവ് മാനേജ്മെന്റ് ഓഫ് ക്ലയന്റ് ഡേറ്റ. ക്ലയൻസിന്റെ ഡേറ്റ എഫക്റ്റീവായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും.
നോക്കിയേ, ഈ ബിസിനസ് ഇന്റലിജൻസ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലെ തന്നെ ഒരു സംഭവമാണത് ബിസിനസ് ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് എന്താണ്, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കസ്റ്റമറിനെ പഠിച്ച് ലേൺ ചെയ്ത് വെക്കുന്ന ഒരു നിർമ്മിത ബുദ്ധി എന്ന് വേണം പറയാം. നോക്കിക്കേ, there are currently more transactions occurring every minute than ever before. Thus, there is better data accessibility for analysis. Due to the arrival of social media and new Internet of Things (IoT) devices, a significant portion of this data does not conform to the structure of the organized data previously employed. ഈ ട്രെൻഡ് മാറിക്കൊണ്ടിരിക്കുക എപ്പോഴും. അപ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പ്രീവിയസ് ഡേറ്റ വെച്ചിട്ട് നമുക്ക് അതുകൊണ്ടൊരു കാര്യം ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഡേറ്റ അനലിറ്റിക്സ് ആണ്. ഡേറ്റ അനലിറ്റിക്സ് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, പാറ്റേൺ പഠിക്കും. പാറ്റേൺ പഠിച്ചിട്ട് എന്താണ്, ക്ലയന്റിന്റെ ബിഹേവിയറിനെ ഐഡന്റിഫൈ ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നോക്കിക്കേ, ദാ ഇവിടെ data science implies that a company analytic capabilities may also be upgraded, leading to the greater understanding of the market pattern and client behavior. മാർക്കറ്റിലെ ഒരു സാധനത്തിന്റെ പാറ്റേൺ, എന്തുമാത്രമാണ് ഒരു സാധനത്തിന് ഡിമാൻഡ് ഉള്ളതെന്ന്, എന്തുമാത്രമാണ് ക്ലയൻസ് വാങ്ങിക്കൂട്ടുന്നതെന്ന് എന്ത് ചെയ്യും, ഐഡന്റിഫൈ ചെയ്യാൻ ഡാറ്റാ സയൻസ് ഹെൽപ്പ് ചെയ്യും. സോ അത്രേ ഉള്ളൂ. സോ ഇവിടെ നോക്കേണ്ട എത്രയാണ്, ഈ ഒരു ലൈന്. പിന്നെ എന്താണ്, ബിസിനസ് ഇന്റലിജൻസ്, അതിനെപ്പറ്റി എഴുതുക കേട്ടോ. Many financial institutions have processed data solely through machine learning capabilities and business intelligence. പിന്നെ എന്താണ്, ഇത് വേണ്ട, അതൊന്നും വേണ്ട. പിന്നെ ഈ ഒരു ഇത്, ഡാറ്റാ സയൻസ് ഇംപ്ലൈസ് ദ കമ്പനീസ് അനലിറ്റിക്സ് മാർക്കറ്റ് പാറ്റേൺ ആൻഡ് ക്ലയന്റ് ബിഹേവിയർ ചെയ്യാൻ എന്ത് ചെയ്യും, നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതാണ് നമ്മുടെ തേർഡ് പോയിന്റ്. കൺസ്യൂമർ അനലിറ്റിക്സ്, ഫോർത്ത് പോയിന്റ് നോക്കാം. In a world where choices have been more crucial, it has become evident that each customer is unique. ഇത് എഴുതണം, each customer is unique. ഓരോ കസ്റ്റമറിനും അവരവരുടേതായ പ്രിഫറൻസ് ഉണ്ട്. ഇപ്പം എൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല എൻ്റെ ഫ്രണ്ടിൻ്റെ ഇഷ്ടം, അവൻ്റെ ഇഷ്ടമായിരിക്കത്തില്ല അവൻ്റെ ഫ്രണ്ടിൻ്റെ ഇഷ്ടം, അല്ലേ? ഓരോരുത്തരുടെ പ്രിഫറൻസ് ഡിഫറെൻ്റാണ്. ഈവൻ സെയിം ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണെങ്കിൽ കൂടി എന്താണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ ഡിഫറെൻ്റാണ്. അപ്പോൾ ഓരോ കസ്റ്റമേഴ്സ് ഡിഫറെൻ്റ് ആണ്, അല്ലേ? സോ ഇവിടെ പറയുന്നു എന്താണ്, അങ്ങനെ ഓരോ കസ്റ്റമേഴ്സിന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പഠിക്കാൻ വേണ്ടി എന്ത് ചെയ്യും, ഡാറ്റ അനലിറ്റിക്സ് ഹെൽപ്പ് ചെയ്യും. നോക്കിക്കേ, ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു എൻഷുർ ദാറ്റ് ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. Each client receives a customized service as it is to process their data swiftly and efficiently without time inverse individualized analysis. ഓരോ ക്ലയന്റിനെയും പെട്ടെന്ന് ആ ആളുടെ പാറ്റേണും ഇതും പഠിച്ച് മനസ്സിലാക്കി അയാൾക്ക് വേണ്ട സർവീസ് കൊടുക്കണം. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മളിപ്പം എനിക്ക് ആമസോണിൽ വരുന്ന ആഡ്സ് ആയിരിക്കത്തില്ല മറ്റൊരാൾക്ക് വരുന്നത്, അല്ലേ? അപ്പം ഞാൻ കൂടുതൽ എന്താണ്, എനിക്ക് ടെക്നോളജി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടമാണ്. സോ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ഓരോ കമ്പ്യൂട്ടർ പാർട്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ സെർച്ച് ചെയ്യും. അല്ലെങ്കിൽ പുതുതായിട്ട് ഇറങ്ങിയിട്ടുള്ള ലാപ്ടോപ്സ് അങ്ങനത്തെ ഡിവൈസസിനെ പറ്റിയൊക്കെ ഞാൻ സെർച്ച് ചെയ്യും. ഇതുപോലെ ആയിരിക്കണമെന്നില്ല ഒരു പെങ്കൊച്ചിൻ്റെ ആമസോൺ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ എന്തായിരിക്കും, ബാഗ്സ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് ഈ ആക്സസറീസ് ആയിരിക്കും, അല്ലേ? അവർക്ക് വരുന്ന ആഡ്സും റിലേറ്റഡ് കാര്യങ്ങളും എന്തായിരിക്കും, അങ്ങനത്തെ ആയിരിക്കും. സോ എന്താണ്, ഓരോരുത്തരുടെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുക. ഓക്കെ, അതുപോലെ എനിക്ക് ആർട്സ് ഇഷ്ടമാണ്. അപ്പം എന്ത് ചെയ്യും, ഇൻസ്റ്റാഗ്രാമിൽ ചിലപ്പോൾ എന്താണ്, എനിക്ക് ആർട്ട് പേജസ് ആയിരിക്കും സജഷൻസ് വരുന്നത്. ലൈക്ക് വൈസ് ചിലർക്ക് എന്താണ്, ട്രാവൽ വ്ളോഗ്സ് ആയിരിക്കും കൂടുതൽ വരുന്നത്. സോ എന്താണ്, നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണ്, അത് പഠിച്ചറിഞ്ഞ് നമുക്ക് വേണ്ട സാധനങ്ങൾ തരിക. അതാണ് ഇവിടെ പറയുന്നത്. സോ എന്താണ്, നമ്മുടെ കസ്റ്റമർ ഡേറ്റ മാനേജ്മെന്റും കൺസ്യൂമർ അനാലിസിസും എന്താണ്, ഏകദേശം കാര്യങ്ങൾ സെയിം തന്നെയാണ്. ഇവിടെ മാർക്കറ്റ് പാറ്റേൺ ആൻഡ് ക്ലയന്റ് ബിഹേവിയർ കണ്ടുപിടിക്കുന്നു. ഇവിടെ എന്താണ്, ഓരോ ക്ലയന്റിനും വേണ്ട സർവീസ് കൊടുക്കുന്നു. അത്രേ ഉള്ളൂ. ഈ ഒരു സാധനം എഴുതി വെക്കുക, ഈ ഒരു അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ഓക്കെ, അടുത്ത കസ്റ്റമർ സെഗ്മെന്റേഷൻ, ഫിഫ്ത്ത് പോയിന്റ്. കസ്റ്റമറിനെ സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക. അതായത് എങ്ങനെയാണ് സെഗ്മെന്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏജ് വൈസ് ഡിവൈഡ് ചെയ്യാം, റീജിയൻ വൈസ് ഡിവൈഡ് ചെയ്യാം, അവരുടെ ബൈയിങ് പാറ്റേൺ അനുസരിച്ചിട്ട് ഡിവൈഡ് ചെയ്യാം, അല്ലേ?
സോ നോക്കിക്കേ, ഡിസ്പൈറ്റ് ദ ഫാക്ട് ദാറ്റ് ഈച്ച് കസ്റ്റമർ ഈസ് യൂണിക്, ഇറ്റ് ഈസ് നോട്ട് ഓൺലി പോസിബിൾ ടു കോംപ്രിഹെൻഡ് ദർ ബിഹേവിയർ, എന്താണ്, they have been categorized or divided. Customers are frequently segmented based on socio-economic factors, geography, age and buying pattern. ഇത്രയും പഠിച്ചാൽ മതി. അതായത് ഇപ്പം എന്നെ പോലെ തന്നെ ചിന്തിക്കുന്ന വേറെ ആൾക്കാർ കാണും അല്ലേ. ഇപ്പം എന്താണ്, ഞാൻ വാങ്ങിക്കാൻ ഇഷ്ടപ്പെടുന്ന സാധനങ്ങൾ സിമിലർ ആയിട്ട് നോക്കുന്ന ആൾക്കാർ കാണും. സോ അങ്ങനെയുള്ളവരെ കാറ്റഗറൈസ് ചെയ്യുന്നു. അവർക്കെല്ലാം കൂടെ ഒറ്റ സെറ്റായിട്ട് കാണിച്ചാൽ പോരെ. നിങ്ങൾക്ക് കാര്യം പിടി കിട്ടിയോ? അതായത് ഇപ്പം എ എന്ന് പറഞ്ഞ ഒരാളുണ്ട്, ബി എന്ന് പറഞ്ഞ ഒരാളുണ്ട്, സി എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഇവർക്ക് 3 പേർക്കും എന്താണ്, മൊബൈൽ ഫോൺസ് എപ്പോഴും എന്താണ് ചെക്ക് ചെയ്യാൻ ഇഷ്ടമാണെന്ന് വിചാരിക്കുക. ലൈക്ക് പ്രൈസും കാര്യങ്ങളും ഒക്കെ നോക്കാൻ ഇഷ്ടമാണ്. സോ എന്താണ്, അവർക്ക് ഈ 3 പേർക്ക് ഒരേപോലത്തെ ഇത് കാണിച്ചു കൊടുത്താൽ പോരെ. സോ എന്താണ്, അവരെ എന്താണ്, ഓക്കെ മൊബൈൽ ഫോൺസിന്റെ ആഡ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവരെ ഒരു സെഗ്മെന്റ് ഡിവൈഡ് ചെയ്തിട്ട് മാറ്റി വെക്കും. അതുപോലെ റീജൻ വൈസ് ഇപ്പൊ എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലേ, നമ്മുടെ ഡിസ്ട്രിക്ട് വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി എന്ന് പറഞ്ഞിട്ട് എന്താണ്, ഓരോ ടൈപ്പിൽ നിന്നുള്ള ഓരോ കസ്റ്റമേഴ്സിനെ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. ഇനി അതല്ല, നമ്മുടെ റീജിയൻ വൈസ് നോർത്തിലോട്ടുള്ളവർക്ക് എങ്ങനെയാണ്, സൗത്തിലോട്ടുള്ളവർക്ക് എങ്ങനെയാണ്, ആൻഡ് ബൈയിങ് പാറ്റേൺ, പ്രായമുള്ളവർ എങ്ങനത്തെ ഐറ്റംസ് ആണ് വാങ്ങിക്കുന്നത്. സോ എന്താണ്, പ്രായമുള്ളവർക്ക് വേണ്ടത് എങ്ങനെ, ചെറുപ്പക്കാർക്ക് ഇങ്ങനെ, ലൈക്ക് വൈസ് എന്താണ്, അങ്ങനെ അവരെ ക്ലാസിഫൈ ചെയ്യുന്നു. അതാണ് എന്ത്, കസ്റ്റമർ സെഗ്മെന്റേഷൻ. പേഴ്സണലൈസ്ഡ് സർവീസസ് നമ്മളിവിടെ പറഞ്ഞല്ലേ, എന്താണ്, ഓരോ കസ്റ്റമർ യുണീക്ക് ആണ്. അവർക്ക് എന്താണ്, അവർക്ക് പേഴ്സണലൈസ്ഡ് ആയിട്ട് അവർക്ക് വേണ്ട സാധനം കൊടുക്കുക. അവർക്ക് എന്താണ് വേണ്ടത്, ടു ദ പോയിന്റ് പ്രിസൈസ് ആയിട്ട് ചെയ്തു കൊടുക്കുക. അല്ലാണ്ട് എന്താണ്, എല്ലാവർക്കും കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് ഒരു സാധനം വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് എന്താണ് വലിയ രസം കാണത്തില്ല. ഏറ്റവും ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ റോൾസ് റോയ്സ് കാർ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? റോൾസ് റോയ്സ് കാറ്, ഓരോ കാറും എന്താണ്, ഹാൻഡ് മെയ്ഡ് ആണ്, ഇൻഡിവിജ്വൽ ആണ്, ഓരോന്നും കസ്റ്റമൈസ്ഡ് ആണ് അല്ലേ. ഓരോ കസ്റ്റമേഴ്സിനും വേണ്ട രീതിക്കാണ് കാർ ഡിസൈൻ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന്റെ റോൾസ് റോയ്സ് കണ്ടില്ലേ, ഫുൾ ഗോൾഡ് അല്ലേ. ആള് അങ്ങനെ വേണം എന്ന് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ്. സോ എന്താണ്, ആ കാറ് ആ ആളുടെ ഇഷ്ടാനുസരണങ്ങൾക്ക് വേണ്ടിയിട്ട് കസ്റ്റമൈസ്ഡ് ആണ്. ഇനി വേറെ സിമിലർ ആയിട്ട് ഒരു റോൾസ് റോയ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇതേ ഫീച്ചേഴ്സ് ഒന്നും അതിനകത്ത് കാണാൻ പറ്റത്തില്ല. നമുക്ക് അവർ ചോദിക്കും, വുഡ് മഹാഗണി വേണോ, അല്ലെങ്കിൽ എന്താണ് വുഡിന്റെ കളർ എന്താണ്, എബണി വേണോ, അല്ലെങ്കിൽ ലൈക്ക് വൈസ് ഓരോന്നും, ഈവൻ അതിനകത്തെ മെറ്റീരിയൽ വരെ എന്താണ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. സോ അതാണ് പേഴ്സണലൈസ്ഡ് സർവീസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നോക്കിക്കേ, റിക്വയർമെന്റ് ടു കസ്റ്റമൈസ് ഈച്ച് കസ്റ്റമേഴ്സ് എക്സ്പീരിയൻസ് എക്സ്റ്റെൻഡ്സ് ബിയോണ്ട് ഗേജിംഗ് റിസ്ക് അസസ്മെന്റ്. Even major organizations strive to provide customized services to their customers as a method of enhancing their reputation, increasing their customer lifetime value. ഓക്കെ, ഇതാണ് എന്ത് പറയുന്നത്, ഇവിടെ വരെ നോക്കുക. ദിസ് ഈസ് ഓൾസോ ട്രൂ ഫോർ ബിസിനസ് ഇൻ ദ ഫിനാൻസ് സെക്ടർ. ഇവിടെ വരെ നോക്കുക. ഓക്കെ, സോ എന്താണ് പറയുന്നത്, ഓരോ കസ്റ്റമേഴ്സിനും കസ്റ്റമൈസ്ഡ് ആയിട്ട് ടു ദ പോയിന്റ് അവർക്ക് എന്താണ് വേണ്ടത് അത് ചെയ്തു കൊടുക്കുക. ഇടയ്ക്കുണ്ടായിരുന്നു ഡെൽ എന്ന് പറഞ്ഞ ലാപ്ടോപ്പ് കമ്പനിയിലെ, അവര് അവരുടെ ക്ലയൻസിന് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ലാപ്പ് ബിൽഡ് ചെയ്ത് കൊടുക്കും. അതായത് അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും, പ്രൊസസ്സർ ഇന്നത് വേണം, ഗ്രാഫിക്സ് കാർഡ് ഇന്നത് വേണം, ഡിസ്പ്ലേ ഇങ്ങനെ വേണം, എന്താണ് കീബോർഡ്, ലൈക്ക് ഓരോന്നും കസ്റ്റമർ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റും. സോ ആ ഒരു ഫ്രീഡം കസ്റ്റമർ എൻജോയ് ചെയ്യുന്ന ആ ഒരു ഫ്രീഡം, ആൻഡ് അവർ എൻജോയ് ചെയ്യുന്ന എന്താണ്, ആ ഒരു പ്രീമിയം ഫീൽ അല്ലേ, എനിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയത് യുണീക്കാണ് അല്ലെ, ആ ഒരു പ്രീമിയം ഫീൽ, അതിനെന്ത് ചെയ്യും, ഡാറ്റ അനലിറ്റിക്സ് ഹെൽപ്പ് ചെയ്യും. അഡ്വാൻസ് കസ്റ്റമർ സർവീസസ് എന്താണ്, സുപ്പീരിയർ കസ്റ്റമർ സർവീസസ് അല്ലേ, എന്ത് ചെയ്യും, കുറച്ചുകൂടെ എന്താണ് അഡ്വാൻസ് ആയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ക്യാൻ ഓഫർ എന്താണ് ചാൻസ് ഓഫ് പ്രാക്ടിക്കൽ ഫൈനാൻഷ്യൽ അനാലിസിസ് ബേസ്ഡ് ഓൺ വാട്ട് ദ കസ്റ്റമർ ഇസ് സെയിങ്, ഈവൻ ഇഫ് ദ കസ്റ്റമർ ഇസ് അൺഷ്യൂർ ഓഫ് ദ പ്രോഡക്റ്റ് ദേ ആർ സീക്കിങ്. എനിക്ക് എന്താ വേണ്ടതെന്ന് എനിക്ക് പ്രോപ്പറായിട്ട് അറിയത്തില്ല, പക്ഷെ ഞാനൊരു റഫ് ഐഡിയ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അത് വെച്ചിട്ട് എന്താണ് ഓർഗനൈസ് ചെയ്ത് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ദാറ്റ്സ് ഇറ്റ്. ഇവിടെ ഇത് നോക്കുക, ആ ഒരു പാരഗ്രാഫ് നോക്കിയാൽ മതി. ഓക്കെ, പിന്നെ എന്താണ്, ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസിംഗ് ത്രൂ എന്താണ്, കസ്റ്റമർ ഉദ്ദേശിക്കുന്ന സാധനം കസ്റ്റമർ ഷുവർ അല്ലെങ്കിൽ കൂടി എന്ത് ചെയ്യും, കസ്റ്റമറിന് ഡെലിവറി ചെയ്യാൻ പറ്റും. അതാണ് അഡ്വാൻസ് കസ്റ്റമർ സർവീസ്. പ്രഡിക്റ്റീവ് അനാലിസിസ്. എന്തോ പ്രഡിക്റ്റീവ് അനാലിസിസ് പേര് തന്നെ ഉണ്ട്, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. എന്ത് ചെയ്യും,
enables the organization in the financial sector to extrapolate from the existing data and anticipate എന്താണ് what may occur in future. ഭാവി അല്ലേ, ഭാവി കാണാൻ പറ്റും അല്ലേ, ഇൻക്ലൂഡിങ് ഹൗ പാറ്റേൺസ് മേ ഇവോൾവ്. നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡ് യൂസ് ചെയ്തിട്ട് എന്താണ് നമുക്കൊരു കമ്പനി റൈസ് ചെയ്യുവോ ഫോൾ ചെയ്യുവോ നമുക്ക് അറിയാൻ പറ്റും. ലൈക്ക് വൈസ് എന്താണ് ഒരാളുടെ പാസ്റ്റ് ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഫ്യൂച്ചർ കാണാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ മൈനോറിറ്റി റിപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഇംഗ്ലീഷ് മൂവി ഉണ്ട്. അതും ഇതുപോലൊരു AI പോലത്തെ ഒരു സ്റ്റോറിയാണ്. അതായത് ഒരാളുടെ പാസ്റ്റ് ബിഹേവിയർ അനലൈസ് ചെയ്തിട്ട് അയാൾ ഭാവിയിൽ ക്രൈം ചെയ്യുമോ എന്ന് നോക്കും. അങ്ങനെ ക്രൈം ഉണ്ടാവുന്നതിന് മുന്നേ തന്നെ തടയുന്നു. സോ അതാണ് ആ മൂവിയുടെ ഒരു തീം എന്ന് വെച്ച് കഴിഞ്ഞാൽ. സോ എന്താണ്, പാസ്റ്റിനെ അനലൈസ് ചെയ്യുക, ഫ്യൂച്ചറിനെ പ്രെഡിക്റ്റ് ചെയ്യുക. സിംപ്ലി അത്രേ ഉള്ളൂ. ഇവിടെ വരെ നോക്കാം. Using machine learning techniques, pre-processed data may be input into the system in order for it to learn how to anticipate the future occurrences accurately. Accurate ആയിട്ട് എന്താണ് അവർക്കത് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫ്രോഡ് ഡിറ്റക്ഷൻ ഇതുണ്ടെങ്കിൽ തന്നെ എന്താണ് നമുക്ക് ഫ്രോഡിനെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനപ്പുറം ഇതിനകത്തൊന്നും പറയുന്നില്ല. ട്രാക്കിംഗ് ഓഫ് ഇൻസിഡൻസ് ഓഫ് ഫ്രോഡ് സച്ച് ആസ് ഐഡന്റിറ്റി തെഫ്റ്റ്, ക്രെഡിറ്റ് കാർഡ് സ്കാം എന്താണ് എന്ത് ചെയ്യും, ഇതെല്ലാം എന്ത് ചെയ്യും, ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യും, ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അല്ലേ. ആസ് എ ടെക്നോളജി യൂസ് ടു അനലൈസ് ബിഗ് ഡേറ്റ ബിക്കംസ് മോർ സോഫിസ്റ്റിക്കേറ്റഡ്, സോ ഡു ദർ കപ്പാസിറ്റി ടു ഡിറ്റക്ട് ഫ്രോഡ് ഏർലി ഓൺ. ഒരു ഫ്രോഡ് നടക്കുമ്പോൾ തന്നെ അതെന്താണ് ഒരുപാട് സ്പ്രെഡ് ആവുന്നതിന് മുന്നേ തന്നെ എന്താണ് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് ഈ പറയുന്നത്. ജസ്റ്റ് ബാക്കി വായിച്ചു നോക്കുക. 10th വൺ, അനോമലി ഡിറ്റക്ഷൻ. ഫ്രോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, പർപ്പസ്ഫുൾ ആയിട്ട് ചതിക്കാനുള്ള ഒരു കാര്യം. അനോമലി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ഒരു അൺയൂഷ്വൽ ആയിട്ടൊരു കാര്യം കാണുക അല്ലെ. അനോമലി നോർമലി പോകുന്ന ഒരു കാര്യമല്ല, പക്ഷെ എന്തോ ഒരു വശപ്പെശക് തോന്നുന്നു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഡിറ്റക്ട് ചെയ്യാൻ എന്ത് ചെയ്യും നമ്മുടെ ഡാറ്റ സയൻസ് ഹെൽപ്പ് ചെയ്യും. നോക്കിക്കേ, ഹാവ് എ ലോങ് പ്ലേസ്ഡ് എ പ്രീമിയം ഓൺ ഡിറ്റക്ടിങ് അബ്നോർമാലിറ്റീസ് ഇൻ കസ്റ്റമേഴ്സ് ബാങ്ക് അക്കൗണ്ട് ആക്ടിവിറ്റീസ്, partly because anomalies are only proved to be anomalous after the event happens. ഒരു ഇവന്റ് നടന്നു കഴിഞ്ഞതിന് ശേഷം അത് അനോമലി എന്ന് പറയാൻ ഒക്കത്തുള്ളൂ അല്ലേ. സോ എന്താണ്, നമ്മുടെ ഒരു കസ്റ്റമറുടെ ബാങ്കിലേക്ക് ഒരുപാട് നല്ലൊരു ഹ്യൂജ് എമൗണ്ട് വന്നു, പെട്ടെന്ന് തന്നെ അത് വിഡ്രോ ആയി. അവിടെ എന്തോ ഒരു വശപ്പശക്കില്ലേ. ലൈക്ക് ഇതൊക്കെ നടക്കുന്ന ഏറ്റവും കൂടുതൽ നമുക്ക് ഇൻകം ടാക്സിന്റെ സൈറ്റിലാണ്. ഇൻകം ടാക്സിന്റെ സൈറ്റ് നല്ല അടിപൊളിയായിട്ട് എന്ത് ചെയ്യും, അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ ട്രാക്ക് ചെയ്ത് നമുക്ക് സ്പോട്ടിൽ നോട്ടീസ് അയക്കും. സോ അങ്ങനെയൊക്കെയാണ് അനോമലി ഡിറ്റക്ഷൻ. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഓക്കെ നോക്കിക്കേ, ഹൗവർ ഡാറ്റ അനലിറ്റിക്സ് ക്യാൻ ഡിസ്കവർ ഇൻസ്റ്റൻസസ് ഓഫ് അൺലോഫുൾ ഇൻസൈഡർ ട്രേഡിംഗ് ബിഫോർ ദേ കോസ് കൺസിഡറബിൾ ഹാം. ഇപ്പോൾ നമ്മുടെ ഇൻസൈഡർ ട്രേഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിക്ക് അത് ക്രൂഷ്യൽ ആയിട്ടുള്ള ഡാറ്റ പുറത്തു പോകുന്നു. എന്നിട്ട് എന്താണ് അത് വെച്ചിട്ട് ആൾക്കാർ ഷെയർ ബൈ ചെയ്യണോ വിൽക്കണോ എന്നൊക്കെ ഉള്ളത് ഡിസൈഡ് ചെയ്യുന്നു. സോ ഇങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതാണ് പറയുന്നത്. സോ എന്താണ്, അനോമലീസ് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ആൻഡ് ആൽഗോറിതമിക് ട്രേഡിംഗ്. ആൽഗോറിതമിക് ട്രേഡിംഗ് ഈസ് വൺ ഓഫ് ദ കീ യൂസ് ഓഫ് ഡാറ്റ സയൻസ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോക്കിക്കേ, algorithmic trading happens when an unsupervised computer utilizing the intelligence supplied by an algorithm trade suggestions on the stock market. As a consequence, it eliminates the risk of loss caused by indecisions and human error. ഒരു അൽഗോറിതം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക. നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിൻ്റെ ലേണിംഗ് അൽഗോറിതം, നമ്മുടെ പാറ്റേൺ പഠിച്ചിട്ട് നമുക്ക് ആഡ്സ് തരുന്നു. ലൈക്ക് വൈസ് എന്താണ്, നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് ട്രെൻഡ് പഠിച്ചിട്ട് നമുക്ക് സജഷൻസ് തരാം, ഇൻവെസ്റ്റ് ചെയ്യണോ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഹോൾഡ് ചെയ്യണോ സെല് ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. സോ അതെന്ത് ചെയ്യും, നമ്മുടെ മിസ്റ്റേക്സ് കാരണമുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്സിനെ അത് എലിമിനേറ്റ് ചെയ്യും. പിന്നെ എന്താണ്, അബ്നോർമലായിട്ടുള്ള ഇത് വരും, അത് ഇതിൻ്റെ കയ്യിൽ ഒതുങ്ങുന്ന കാര്യങ്ങളല്ല. ബട്ട് അപ്പോഴും എന്താണ്, ടു സം എക്സ്റ്റെൻറ്റ് നമ്മുടെ റിസ്കിനെ ഇത് കുറയ്ക്കും. നമ്മുടെ അശ്രദ്ധ മൂലം വരാൻ പോകുന്ന റിസ്കുകളെല്ലാം എന്ത് ചെയ്യും, ഇത് എലിമിനേറ്റ് ചെയ്യും. സോ അതാണ് എന്താ അൽഗോറിതമിക് ട്രേഡിംഗ്. പാറ്റേൺ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് ഇത് ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ദ ട്രേഡിംഗ് അൽഗോറിതം used to be developed according to a set of stringent rules that decides whether it will trade on a specific market at a specific moment. This method is known as reinforcement learning, in which the model is taught using penalties and rewards associated with the rules. Each time a transaction proves to be poor option, a model of reinforcement learning ensures that the algorithm learns and adapts its rules accordingly. എന്താണ് അൺയൂഷ്വൽ ആയിട്ട് അല്ലെങ്കിൽ എന്താണ് ഇത് കൊടുത്ത ഒരു
ഡിസിഷൻ തെറ്റാണെങ്കിൽ ഒരു പുവർ ഒപ്പീനിയൻ ആണ് കൊടുത്തതെങ്കിൽ എന്താണ്, അതിൽ നിന്ന് ഇത് പഠിച്ച് ഇവോൾവ് ആകും. ഓക്കെ, ഒരു ഓക്കെ എനിക്ക് മിസ്റ്റേക്ക് പറ്റിപ്പോയി, പക്ഷെ എന്താണ് അത് കറക്റ്റ് ചെയ്തു, അത് തന്നെ അതിന്റെ കോഡ് എന്ത് ചെയ്യും, റീറൈറ്റ് ചെയ്യും, അത് ഇവോൾവ് ചെയ്യും. അങ്ങനെ എന്താണ് അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ കാലം പോകുന്ന അനുസരിച്ചിട്ട് എന്താണ് ഇത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിരിക്കും ഇത് കൊടുക്കുന്ന ഒപ്പീനിയൻസ് എന്ന് പറഞ്ഞാൽ. സോ അത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ 9.1. സോ എന്താണ് നമ്മുടെ 9 പോയിന്റ്സും പഠിക്കുക. റിയൽ ടൈം, റിസ്ക്, കസ്റ്റമർ ഡാറ്റ, കൺസ്യൂമർ, കസ്റ്റമർ സെഗ്മെന്റേഷൻ, പേഴ്സണലൈസ് സർവീസസ്, പ്രെഡിക്റ്റീവ്, ഫ്രോഡ്, അഡ്വാൻസ് കസ്റ്റമർ, അനോമലി ഡിറ്റക്ഷൻ, അൽഗോരിതമിക് ട്രേഡിംഗ്. 11 ഉണ്ട്. 11 ടൈറ്റിൽ മസ്റ്റ് ആയിട്ട് പഠിക്കുക. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്, ഡാറ്റ പ്രോസസിംഗ് ടൈപ്സ് അല്ലെ, മാനുവൽ, മെക്കാനിക്കൽ ആൻഡ് ഇലക്ട്രോണിക്, MME. ഓക്കെ, സോ അത്രയേ ഉള്ളൂ എന്താ നമ്മുടെ 9.1. ചെറുതല്ലേ, ഭയങ്കര ഈസി അല്ലേ. നമുക്ക് അടുത്തത് നോക്കാം, ഫങ്ഷൻസ് ഓഫ് ഡാറ്റ പ്രോസസിംഗ് 9.2. സോ ഇതിൽ പറയുന്നത് എന്താണ്, ഡാറ്റ പ്രോസസ്സിങ്ങിന്റെ ഓരോരോ സ്റ്റെപ്സ് അല്ലേ, അതാണ് ഇവിടെ പറഞ്ഞത്. ഡാറ്റ പ്രോസസ്സിംഗ് ജനറലി ഇൻവോൾവ്സ് ഫോളോയിങ് പ്രോസസ്. ഇത് എന്താണ്, നിങ്ങൾ ടൈറ്റിൽ എന്തായാലും നിങ്ങൾ പഠിക്കുക. ആൻഡ് എന്താണ് എക്സ്പ്ലനേഷൻ എന്താണ് നിങ്ങളുടെ ഓൺ വേർഡ്സിൽ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും ടു സം എക്സ്റ്റെൻറ്റ്. ഓക്കെ, ആസ് പെർ UNEC എന്നും വേണ്ട. UNEC എന്ന് വെച്ച് കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് കൗൺസിൽ ഓഫ് യൂറോപ്പ്. കാര്യമായിട്ടൊന്നുമില്ല, ഇതായത് നോക്ക്. Data validation could be operationally defined as a process which ensures a correspondence of final data with a number of quality characteristics. എന്താണ് ഡാറ്റ വാലിഡേഷൻ? വാലിഡേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫൈനലായിട്ട് പ്രസന്റ് ചെയ്യുന്ന ഡാറ്റ, നമ്മൾ കൊടുക്കുന്ന ഡാറ്റയ്ക്ക് ആക്യുറസി ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തുന്നതിന് പറയുന്ന പേരാണ് ഡാറ്റ വാലിഡേഷൻ. Decision making processes called data validation leads to the acceptance or rejection of a data as acceptable. Data is subjected to rules. Data are deemed legitimate for the intended final use if they comply with the rules, which means that the combination stated by the rule is not broken. എനിക്ക് ഒരു തീരുമാനം എടുക്കണമെങ്കിൽ ഒരു സെറ്റ് ഓഫ് റൂൾസ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന ഡേറ്റയാണ് എനിക്ക് കിട്ടുന്നതെങ്കിൽ ഓക്കെ, എനിക്ക് തീരുമാനം എടുക്കാം. ഇല്ലെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് റിജക്ട് ചെയ്യാം. സോ എന്ത് ചെയ്യണം, ഇതാണ് ആ പ്രോസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഒരു സെറ്റ് ഓഫ് റൂൾസുമായിട്ട് ഇത് കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് ഡാറ്റ വാലിഡേഷൻ. അത്രേ ഉള്ളൂ. സോ എന്താണ് ഇത്ര നോക്കുക, ഡാറ്റ വാലിഡേഷൻ തൊട്ട് നോട്ട് ബ്രോക്കൺ വരെ. ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ, സോർട്ടിങ്. സോർട്ട് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, ഒരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക അല്ലേ. ഡാറ്റ സോർട്ടിങ് വായിച്ചു ഈസ് എനി പ്രൊസീജിയർ ദാറ്റ് ഓർഗനൈസസ് ഡാറ്റ ഇൻ ടു എ മീനിങ് ഓർഡർ അല്ലേ. അതുകൊണ്ടൊരു അർത്ഥമുണ്ട്. ഇപ്പം എന്താണ്, കുറേ സെറ്റ് ഓഫ് നമ്പേഴ്സ് എടുക്കുക, ഞാൻ അതിനൊരു ഓർഡറിലാക്കുക, 1 2 3 4 5 6 അല്ലേ, അങ്ങനെ ഒരു ഓർഡറിലാക്കുക, മീനിങ് ഓർഡറിലാക്കുക. അതിന് പറയുന്ന പേരാണ് എന്ത്, ഡാറ്റ സോർട്ടിങ്. ടു മേക്ക് ഇറ്റ് സിംപ്ലർ ടു കോംപ്രിഹെൻഡ്, analyze and visualize. Sorting is a typical strategy for presenting research data in a manner that facilitates comprehension of the story being told by the data. ഒരു ഓർഡറിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് കുറച്ചുകൂടെ എന്താണ് ഒരു ക്ലിയർ പിക്ചർ കിട്ടും. സോർട്ടിങ് ക്യാൻ ബി പെർഫോംഡ് ഓൺ റോ ഡാറ്റ, അഗ്രിഗേറ്റഡ് ഇൻഫർമേഷൻ, എന്തിൻ്റെ മുകളിലൊക്കെയാണ് എന്താ നമുക്ക് സോർട്ടിങ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് പറയുന്നത്. സോ ഇത്രയും വരെ നോക്കിയാൽ മതി. എക്സാമിന് എഴുതുവാണെങ്കിൽ ആ ഒരു പാരഗ്രാഫ് ഇമ്പോർട്ടൻ്റ് ആണ്. ടിപ്പിക്കൽ ഡാറ്റനെ എന്താണ് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് സോർട്ട് ചെയ്യും. എന്ത് ചെയ്യും, ഓൺ ദ ബേസ് ഓഫ് ആക്ച്വൽ നമ്പേഴ്സ്, പെർസെൻറ്റേജ് അല്ലേ, അങ്ങനെ പല കാര്യങ്ങളായിട്ട് സോർട്ട് ചെയ്യും. ഇൻ ഈച്ച് എന്താ നോക്കിയേ, ഇൻ ഈച്ച് സോർട്ടഡ് റീജിയൻ ദ കൺട്രി സോർട്ട് വിൽ ബി ഇംപ്ലിമെൻറ്റഡ്. ഓരോന്നും എന്താണ് സോർട്ട് ചെയ്യുന്നു, അതനുസരിച്ച് എന്താണ് അതിൻ്റെ ആവശ്യം അനുസരിച്ച് അതിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യും ഓരോരുത്തർക്കും. ദാറ്റ് മച്ച് ഉള്ളി. അത് അത്രയും എന്താണ് കാര്യമായിട്ട്. പിന്നെയും കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് ഓരോ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് സോർട്ട് ചെയ്യാൻ പറ്റും. മാർക്കറ്റിലാണെങ്കിൽ സോർട്ടിംഗ് ഉണ്ട്. വലിയ കാര്യമായിട്ടൊന്നുമില്ല. സോർട്ടിങ്ങിന്റെ ഡെഫിനിഷൻ ആൻഡ് മീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫ്. ഓക്കെ, അഗ്രിഗേഷൻ. അഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, അഗ്രിഗേഷൻ റെഫേഴ്സ് ടു എനി പ്രോസസ് ഇൻ വിച്ച് ദ ഡേറ്റ ഈസ് കളക്ടഡ് ആൻഡ് സമ്മറൈസ്ഡ്. നമ്മൾ ഈ അഗ്രിഗേറ്റ് എന്ന് പറയത്തില്ലേ, എനിക്ക് 5 വിഷയത്തിന്റെ മാർക്ക് അറിയാം. ഓക്കെ, അങ്ങനെ ഉണ്ടെങ്കിൽ എൻ്റെ ഓവറോൾ പെർഫോമൻസിന് പറയുന്നത് എന്തോ ചെയ്യും, ഞാൻ ഈ 5 എണ്ണത്തിനും കൂടെ ആവറേജ് എടുത്താൽ പോരെ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്നത് വരുന്നത് അഗ്രിഗേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടലിനെ റെപ്രസെന്റ് ചെയ്ത് എന്താണ് ഒരു ഷോർട്ട് സമ്മറി ആയിട്ട് കാണിക്കുക. Okay, so data aggregation refers to any process in which data is collected and summarized. When data is aggregated, individual raw data which are often compiled
ഫ്രം സെവറൽ സോഴ്സ് ആർ റീപ്ലേസ്ഡ് വിത്ത് സമ്മറൈസ്ഡ് ഓർ ടോട്ടൽസ് അല്ലെ. ഒരുപാട് എന്താണ് ബൾക്കായിട്ടുള്ള ഡേറ്റ എന്ത് ചെയ്യും, സമ്മറി ആക്കും, ചെറുതാക്കും. ഗ്രൂപ്പ്സ് ആർ റീപ്ലേസ്ഡ് വിത്ത് എന്താ സ്റ്റാറ്റിസ്റ്റിക്കൽ സമ്മറീസ് ബേസ്ഡ് ഓൺ ദർ ഒബ്സർവേഷൻസ്. ഒന്നും വേണ്ട. പിന്നെ ഇത് ഡേറ്റ ആഗ്രിഗേഷൻ ഇനേബിൾസ് എ അനലിസ്റ്റ് ടു ആക്സസ് അനലൈസ് വാസ്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡേറ്റ ഇൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. ഇതും ഇത്ര മതി. പിന്നെന്താണ്, പിന്നെ തയ്യരുത്. ആസ് എ എമൗണ്ട് ഓഫ് ഡേറ്റ kept by the business continues to grow, aggregating the most significant and often requested data can facilitate their efficient access. ആലോചിച്ച് നോക്കിയേ, ഒരുപാട് ഡേറ്റ ഉണ്ട്. ഇതിരുന്ന് വായിച്ച് നോക്കി ഭയങ്കര മെനക്കേടാം. സോ അതിലും എളുപ്പമായിട്ട് എന്താണ്, അതിൻ്റെ ഒരു സമ്മറി കിട്ടുവാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് വെച്ച് റഫ് ഐഡിയ കിട്ടും അല്ലേ. ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ, എനിക്ക് വേണമെങ്കിൽ ഹാരി പോട്ടറിൻ്റെ അത്രയും ബുക്സ് വരുന്ന വായിക്കാം അല്ലേ. പക്ഷെ ആ ബുക്ക് വായിക്കുന്നത് എനിക്ക് അത്രയും സമയം മെനക്കെടാൻ വയ്യാന്ന് വിചാരിക്കേ, ഞാൻ എന്ത് ചെയ്യും, ഉടനെ ഒന്നിൽ എനിക്ക് വിക്കിപീഡിയ എടുത്തിട്ട് എന്താണ് ഈ സ്റ്റോറിയുടെ പ്ലോട്ട് എനിക്ക് അറിയാൻ പറ്റും അല്ലേ. പ്ലോട്ട് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, എനിക്ക് ആ ഫുൾ ബുക്സിൻ്റെ എന്താണ് പ്ലോട്ട് എനിക്ക് അറിയാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ എന്താണ്, എനിക്ക് സിനിമ കണ്ടാൽ മതി. സിനിമയാണെങ്കിൽ എത്ര 2 മണിക്കൂർ വെച്ച് 7-8 സിനിമകൾ അല്ലേ. സോ എൻ്റെ സമയം കുറഞ്ഞു കിട്ടും. ബുക്ക് വായിക്കാനാണെങ്കിലോ എത്ര നേരം എടുക്കും. സോ അതിന് ഈ ഒരു എന്താണ് എക്സാമ്പിൾ വെച്ച് നിങ്ങൾ ഓർത്താൽ മതി. സോ ഇതെന്താണ്, നമ്മുടെ പരിപാടി കുറച്ചുകൂടി ഈസി ആയി കിട്ടും. ഡേറ്റ അഗ്രിഗേഷൻ നോക്കിക്കേ, ഇനേബിൾസ് അനലിസ്റ്റ് ടു ആക്സസ് ആൻഡ് അനലൈസ് വാസ്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡേറ്റ ഇൻ എ റീസണബിൾ എമൗണ്ട് ഓഫ് ടൈം. ഒരുപാട് ഡേറ്റ എന്ത് ചെയ്യും, അവർക്ക് ഈസി ആയിട്ട് പ്രോസസ്സ് ചെയ്യാൻ പറ്റും. സമ്മറി ഉണ്ടെങ്കിൽ അത് മാത്രം നോക്കി പോയാൽ മതി അല്ലേ. നമ്മൾ ഈ എന്തിനാ ലാസ്റ്റ് ട്രേഡിംഗ് പി ആൻഡ് എൽ ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്, സമ്മറിയാ. നമ്മുടെ മുഴുവൻ ഇയറിലെയും എല്ലാത്തിൻ്റെയും ടോട്ടൽ സമ്മറിയാണ് ട്രേഡിംഗ് പി ആൻഡ് എൽ ബാലൻസ് ഷീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഓരോ പ്രാവശ്യം എന്താണ് ഓരോന്നും ഇരുന്ന് നോക്കാൻ പറ്റുമോ, പറ്റത്തില്ല. ഓരോ ട്രാൻസാക്ഷനും ഇരുന്ന് നോക്കാൻ പറ്റുമോ, പറ്റത്തില്ല. സോ ഇതിനെല്ലാം സമ്മപ്പാണെന്ത് നമ്മുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് തന്നെ എന്താണ് നമ്മൾക്ക് നോക്കുമ്പോൾ എന്താണ് ഒരു ക്രിസ്പായിട്ടൊരു ഫോമിൽ കിട്ടും. ആസ് ദ എമൗണ്ട് ഓഫ് ഡേറ്റ കെപ്റ്റ് ബൈ ദ ബിസിനസ് കണ്ടിന്യൂസ് ടു കിട്ടും. നമ്മുടെ ഡേറ്റ കൂടുന്നതനുസരിച്ചിട്ടും എന്താണ് സമ്മറി വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഈസി ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അതിനെ മാനേജ് ചെയ്യാൻ പറ്റും. സോ അതാണ് എന്ത് ആഗ്രിഗേഷൻ. 3 പറഞ്ഞു, വാലിഡേഷൻ, സോർട്ടിങ്, അഗ്രിഗേഷൻ. അടുത്തത് അനാലിസിസ്, അനലൈസ് ചെയ്യുക. എന്താണ് ഡാറ്റ അനാലിസിസ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ആയി നോക്കുക, പ്രോസസ് ഓഫ് ക്ലീനിങ്, കൺവേർട്ടിംഗ്, മോഡലിംഗ് ഡാറ്റ ടു ഒബ്റ്റൈൻ ആക്ഷനബിൾ ബിസിനസ് ഇന്റലിജൻസ്. നമ്മൾ എടുത്ത ഡാറ്റേനെ എന്ത് ചെയ്യും, നമ്മൾ കീറി മുറിച്ച് നോക്കിയിട്ട് ഇതിൽ നിന്ന് കൊള്ളാവുന്നതായിട്ട് തീരുമാനം എടുക്കാൻ പറ്റത്തക്കതായ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കും അല്ലേ. അതിന് പറയുന്ന പേരാണ് എന്ത് അനാലിസിസ്. അനലൈസ് ചെയ്യാം. ഒബ്ജക്റ്റീവ് ഓഫ് അനാലിസിസ് ഇസ് ടു എക്സ്ട്രാക്ട് റെലവൻറ്റ് ഇൻഫർമേഷൻ ആൻഡ് മേക്ക് ഡിസിഷൻസ് ബേസ്ഡ് ഓൺ ദർ നോളജ്. ഇപ്പം നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിനകത്ത് തന്നെ ഒരുപാട് കാണും. നമ്മളെന്താണ് ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ ഇല്ലയോ, അല്ലെങ്കിൽ എന്താണ് നമുക്ക് ഒരു പ്രോഡക്റ്റിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ബ്രേക്ക് ഈവൻ ക്രോസ് ചെയ്താലേ നമുക്ക് അറിയത്തുള്ളൂ അല്ലേ. സോ എന്താണ് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഒരുപാട് തരും, അതിനകത്തുനിന്ന് കുറേ കാണും. നമ്മൾ അതിനകത്ത് എന്താ നമുക്ക് ബ്രേക്ക് ഈവൻ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി അല്ലേ. സെയിൽസ്, വേരിയബിൾ കോസ്റ്റ്, എന്താണ് അതെല്ലാം എടുത്തു കഴിയുമ്പോൾ എന്താണ് പി വി റേഷ്യോ, ബ്രേക്ക് ഈവൻ പോയിന്റ്. സോ എന്താണ് അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കുന്നു, അത് വെച്ചിട്ട് നമുക്ക് വേണ്ടത് എടുക്കുന്നു. സോ എന്താണ് കുറച്ചുകൂടെ ക്രിസ്പാണ്, അനലൈസ് ചെയ്യുന്നു അല്ലേ. സോ ഇതൊരു കൈൻഡ് ഓഫ് അനാലിസിസ് എന്ന് പറയുന്ന പോലെ ഞാനിപ്പോൾ ബ്രേക്ക് ഈവൻ പറഞ്ഞുകൊണ്ട് ഓരോ കാര്യത്തിനും അതിന് വേണ്ടതായ കാര്യങ്ങളെ മാത്രം എടുത്തിട്ട് അനലൈസ് ചെയ്ത് പ്രോസസ് ചെയ്യുന്നു. എന്താ നോക്കിയേ, every time we make a decision in our day-to-day life, we consider what occurred previously or what would occur if we choose a specific option. കുറച്ച് എക്സാമ്പിൾസ് ആണ്. സോ എന്താണ് നമ്മൾ പഴയ ഹിസ്റ്ററി വെച്ചിട്ട് എന്താണ് ഫ്യൂച്ചറിനെ അനലൈസ് പ്രഡിക്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെയാണ്. സോ ഈ ഒരു പാരഗ്രാഫ്, ഫസ്റ്റ് പാരഗ്രാഫ് നോക്കിയാൽ മതിയാവും. പിന്നെ എന്താണ് അനാലിസിസ് ഈസ് സംടൈംസ് ഓൾ ദാറ്റ് ഈസ് റിക്വയർഡ് ടു എക്സ്പാൻഡ് യുവർ ബിസിനസ് ആൻഡ് ഫിനാൻസ്. നമ്മൾ ക്വാളിഫൈ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് ജോലി കിട്ടുന്ന ഒരു കൈൻഡ് ഓഫ് പോസ്റ്റാണ് ഫൈനാൻഷ്യൽ അനലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, സോ ഒരു ഫൈനാൻഷ്യൽ അനലിസ്റ്റ് അല്ലെങ്കിൽ നിങ്ങൾ CFA എന്ന് കേട്ടിട്ടുണ്ടോ, ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ്, CFA. അങ്ങനെയൊക്കെ ഉള്ളവർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാലിസിസ് ആണ്. സോ നമ്മളൊരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടായോ, അല്ലെങ്കിൽ എന്താണ് ഒരു പ്രോജക്റ്റ് അത് അക്സെപ്റ്റ് ചെയ്യണോ വേണ്ടായോ, ഷട്ട് ഡൗൺ ചെയ്യണോ വേണ്ടായോ, അതൊക്കെയാണെന്ത് ഒരു അനലിസ്റ്റ് ചെയ്യുന്നത്. സോ അനാലിസിസ് എന്താണ് നമ്മുടെ ബിസിനസ്സിന് ഫിനാൻസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് എന്താണിത് കുറച്ച് ടൂൾസ് ആണ്.
R റിസർച്ചിൻ്റെ ഒരു സോഫ്റ്റ്വെയർ ആണ്. പൈത്തൺ കോഡിംഗ് ആണ്. SQL, SAS, ജാവ ഒക്കെ എന്താണ് എക്സാമ്പിൾസ് ഓഫ് ഡാറ്റ അനാലിസിസ് ടൂൾ. ഓക്കെ, ജസ്റ്റ് പേര് ഓർത്ത് വെക്കുക. ദാറ്റ്സ് ഇറ്റ്, ഇത്രയേ ഉള്ളൂ. 5th പോയിന്റ്, റിപ്പോർട്ടിംഗ്. എന്താണ് റിപ്പോർട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേറ്റ അനലൈസ് ചെയ്തു, നമ്മളിതെല്ലാം ചെയ്തു കഴിഞ്ഞു, ലാസ്റ്റ് എന്ത് ചെയ്യും, അതിനെ റിപ്പോർട്ട് ചെയ്യണം അല്ലേ. നോക്കിക്കേ, data reporting is the act of gathering and structuring raw data, turning it into a consumable format in order to evaluate the organization's continuous performance. ഞാൻ എൻ്റെ എന്താണ് ലെഡ്ജർ അക്കൗണ്ട്സ് എല്ലാം വെച്ചിട്ട് എന്ത് ചെയ്തു, ട്രയൽ ബാലൻസ് പ്രിപ്പയർ ചെയ്തു. അതിൽ നിന്നെല്ലാം എടുത്ത് പെറുക്കിയെടുത്ത് എന്ത് ചെയ്തു, P&L പ്രിപ്പയർ ചെയ്തു, ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തു. ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്താൽ മാത്രം മതിയോ? പോരാ. കമ്പനി കഴിഞ്ഞ വർഷത്തേവായിട്ട് എന്തോരം പെർഫോം ചെയ്തു എന്നറിയണം അല്ലേ. സോ എന്താണ്, ആൾക്കാർക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ അതിനെ പ്രസന്റ് ചെയ്ത് എന്താണ് റിപ്പോർട്ട് ചെയ്യുന്നു. അതാണ് പറയുന്നത് എന്ത് റിപ്പോർട്ടിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അതായത് നോക്കിക്കേ, ഫൈനാൻഷ്യൽ ഡാറ്റ സച്ച് ആസ് റവന്യൂ അക്കൗണ്ട്സ് റിസീവബിൾ, നെറ്റ് പ്രോഫിറ്റ് ആർ ഓഫൺ സമ്മറൈസ്ഡ് ഇൻ എ കമ്പനീസ് ഡാറ്റ റിപ്പോർട്ടിംഗ്. ഞാൻ ഈ പറഞ്ഞ കാര്യം തന്നെ അല്ലേ, നമ്മുടെ കാര്യങ്ങളെല്ലാം സമ്മറൈസ് ചെയ്തിട്ട് എന്താണ് അതിനെ റിപ്പോർട്ട് ചെയ്യുന്നു. പിന്നെ എന്താണ്, data provides a method for measuring development in many aspects of our life. It influences both our professional and judgment on our day-to-day affairs. ഡേറ്റ എന്ത് ചെയ്യും, ഡേറ്റ നമുക്ക് അനലൈസ് ചെയ്യുന്നതുകൊണ്ട്, അത് റിപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തോ പറ്റും, നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും തീരുമാനങ്ങൾ എടുക്കാൻ നമ്മളെ സഹായിക്കുന്നു. സോ ഇതിനകത്തും അത്രയൊക്കെ തന്നെയുള്ളൂ. ഒരുപാട് പേരും എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാം നിങ്ങൾ നോക്കാൻ ഞാൻ പറയത്തില്ല, നമുക്ക് വേണ്ടത് മാത്രം മതി. ഓക്കെ, പിന്നെ അതായത് ദ റിപ്പോർട്ടിംഗ് ഓഫ് ഡാറ്റ ഇസ് വൈറ്റൽ ടു ആൻ ഓർഗനൈസേഷൻസ് ബിസിനസ് ഇന്റലിജൻസ്. ഈ ഒരു അത്രയും മതിയാവും അതിനകത്തുനിന്ന്. അല്ലാതെ എന്താണ് കുറേ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. സോ എന്താണ് അതൊന്നും ഇൻഡെപ്ത് എന്താണ് ചോദിക്കാനും മാത്രം ഒന്നും ഇല്ലതാനും. സോ എന്താണ് നിങ്ങൾ ഹെഡിങ് പഠിക്കുക ആൻഡ് ഈ പറയുന്ന എക്സ്പ്ലനേഷൻസ് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുക. ക്ലാസിഫിക്കേഷൻ, ഡേറ്റേനെ എങ്ങനെ ക്ലാസിഫൈ ചെയ്യും. ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരംതിരിക്കൽ അല്ലേ. Data classification is a process of classifying data according to the important categories so that it may be utilized and served more effectively. Categorization process may be എന്താണ് ഐഡന്റിഫൈ ആൻഡ് ആക്സസ് ഫണ്ടമെന്റൽ ലെവൽ, റിസ്ക് മാനേജ്മെന്റ്, കംപ്ലയൻസ്, ഡാറ്റ സെക്യൂരിറ്റി ആൻഡ് ഇവിടെ വരെ നോക്കുക. ഡേറ്റനെ ക്ലാസിഫൈ ചെയ്യുന്നു, നമ്മൾ എന്താണ് തരംതിരിക്കുന്നു, നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് അതിനെ തരംതിരിക്കുന്നു, എന്താണ് അത് ഹെൽപ്പ് ചെയ്യുന്നു. ക്ലാസിഫൈങ് ഡാറ്റ എന്താണ് സെർച്ചബിൾ ആൻഡ് ട്രാക്കബിൾ ആക്കുന്നു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിനാണെങ്കിൽ നമ്മുടെ 1 to 100 വരെയുള്ള നമ്പേഴ്സ് അതിനെ എന്താണ് ഞാൻ ഈവൻ ആയിട്ടും ഓഡായിട്ടും എന്താണ് ക്ലാസിഫൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് പെട്ടെന്ന് എന്താണ് 0-ൽ അവസാനിക്കുന്ന ഒരു 5 ഈവൻ നമ്പർ വേണമെന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ഈവൻ നമ്പേഴ്സിന്റെ ലിസ്റ്റ് നോക്കിയാൽ മതി അല്ലേ. 5-ൽ അവസാനിക്കുന്ന എനിക്കൊരു 5 ഓഡ് നമ്പേഴ്സ് വേണമെന്ന് പറഞ്ഞാൽ എന്താണ് ഞാൻ ഓഡ് നമ്പേഴ്സിന്റെ ലിസ്റ്റ് നോക്കിയാൽ മതി. ലൈക്ക് വൈസ് ക്ലാസിഫൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും, ട്രാക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു ലൈൻ ഇമ്പോർട്ടൻ്റ്. ക്ലാസിഫൈയിങ് എന്താണ് സെർച്ചബിൾ ആൻഡ് ട്രാക്കബിൾ ആക്കും. പിന്നെ എന്താണ് അവോയ്ഡ്സ് മെനി ഡ്യൂപ്ലിക്കേഷൻസ്, ഒരേ സാധനത്തിന് ഡ്യൂപ്ലിക്കേറ്റ് അതായത് എന്താണ് റെപ്പിറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ദാറ്റ്സ് ഇറ്റ്. പിന്നെ എന്താണ് ഇവിടെ പറയുന്നത് എന്താണ് ഡേറ്റ മേ ബി കാറ്റഗറൈസ് ഫോർ വേരിയസ് പർപ്പസ്, എന്താണ് സെക്യൂരിറ്റി ഇതിനല്ലാതെ ഹെൽപ്പ് ചെയ്യുന്നു, കംപ്ലയൻസിന് അത് ഹെൽപ്പ് ചെയ്യുന്നു, ഇങ്ങനെ ബ്ലാ 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 കുറേ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നെവർ മൈൻഡ്. അതായത് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് പറയുന്ന 3 ക്ലാസിഫിക്കേഷൻ മെത്തേഡ്സ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോണ്ടെക്സ്റ്റ്, പിന്നെ എന്താണ് യൂസർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ, 3 ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നോക്കിക്കേ, context examines and interprets files for sensitive data. Context based classification considers among other characteristics application location അതൊക്കെ നോക്കുന്നു. യൂസർ ബേസ്ഡ് എന്താണ് ഹ്യൂമൻ സെലക്ഷൻ ഓഫ് ഈച്ച് ഡോക്യുമെന്റ് എൻഡ് ടു എൻഡ്, ഹ്യൂമൻ ബിഹേവിയർ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്താണ് അത് യൂസർ ബേസ്ഡ് ക്ലാസിഫിക്കേഷൻ നോക്കുന്നു. സോ അത് 3 ജസ്റ്റ് നോക്കി വെക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, ആൻഡ് പിന്നെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ ക്ലാസിഫിക്കേഷൻ തന്നെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന റിസ്കിനെ എങ്ങനെ ഐഡന്റിഫൈ എന്നുള്ളതാണ്. ലോ റിസ്ക്, മോഡറേറ്റ് റിസ്ക് ആൻഡ് ഹൈ റിസ്ക്. ലോ റിസ്ക് ഡേറ്റ, ഹൈ റിസ്ക് ഡേറ്റ, മോഡറേറ്റ് റിസ്ക് ഡേറ്റ. ലോ റിസ്ക് ഡേറ്റ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എ ഡേറ്റ ഇസ് ആക്സസിബിൾ ടു ദ പബ്ലിക് നോക്കണേ ആൻഡ് റിക്കവറി ഈസ് സിമ്പിൾ ദെൻ ദ ഡേറ്റ കളക്ഷൻ ആൻഡ് ദ മെക്കാനിസം എന്താണ് വലിയ റിസ്ക് ഒന്നും ഉണ്ടാകത്തില്ല. അതായത് പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റയാണ് എങ്കിൽ
റിക്കവറി സിമ്പിൾ ആണ്. അത് പോയെന്ന് കരുതി പ്രത്യേകിച്ച് നഷ്ടമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. മോഡറേറ്റ് റിസ്ക് ആണെങ്കിലോ പബ്ലിക്കിന് കൊടുക്കാത്ത ചില കാര്യങ്ങൾ, ചില സെൻസിറ്റീവ് ഇൻഫർമേഷൻസാണ്. ഇത് നമ്മളറിയാതെ ഒന്ന് പബ്ലിക് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്താണ് നമ്മളെ ബാധിച്ചെന്നിരിക്കും, പക്ഷെ ഒരുപാടില്ല. അതാണ് എന്ത് മോഡറേറ്റ് റിസ്ക്. ഹൈ റിസ്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമ്മളെ അടപ്പടലം നമ്മളെ എന്താണ് ഇല്ലാണ്ടാക്കത്തക്ക രീതിയിൽ കേപ്പബിൾ ആയിട്ടുള്ള ഡേറ്റ ലോസ്റ്റ് ആയാലുള്ള റിസ്കിന് പറയുന്ന പേരാണ് ഹൈ റിസ്ക്. എനിത്തിങ് ഈവൻ വേഗ്ലി സെൻസിറ്റീവ് ഓർ ക്രിട്ടിക്കൽ ഫോൾസ് അണ്ടർ ദ കാറ്റഗറി ഓഫ് ഹൈ റിസ്ക്. സോ ഇതാണെന്ത് റിസ്ക് ബേസ്ഡ് ആയിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ പറയുന്നത്. ഓക്കെ, സോ അതാണെന്ത് ക്ലാസിഫിക്കേഷൻ. പിന്നെ ദാ ഇവിടെ ഒരു ഇത് പറയുന്നുണ്ട്, ഒരു ഡയഗ്രാം പറയുന്നുണ്ട്, ഡേറ്റ ക്ലാസിഫിക്കേഷൻ മാട്രിക്സ് എന്ന് പറയും. അവിടെ തന്നെ എന്താണ് കോൺഫിഡൻഷ്യൽ ഡേറ്റ, നമ്മൾ ഈ പറഞ്ഞ ലോ, മീഡിയം ആൻഡ് ഹൈ അല്ലേ, ലോ, മോഡറേറ്റ് ആൻഡ് ഹൈ. സെയിം കാര്യത്തിന് തന്നെ എന്താണ് കുറച്ചുകൂടെ പിക്ചോറലായിട്ട് തന്നേക്കുക, പടമായിട്ട് തന്നേക്കുക. ലോ 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 റിസ്ക് ഡേറ്റ പോലെ എന്താ പറ്റുന്നത്, ഇൻസ്റ്റിറ്റ്യൂഷനിലുള്ള ഇമ്പാക്ട് നോക്കിയേ, ടിപ്പിക്കലി ലോ ആയിരിക്കും. മീഡിയം ആണെങ്കിലോ മോഡറേറ്റ് ആയിരിക്കും. ഹൈ ആണെങ്കിലോ ടിപ്പിക്കലി ഹൈ ആയിരിക്കും. ഡിസ്ക്രിപ്ഷൻ എന്താണ് നോക്കിക്കേ, ലോ ആണെങ്കിലോ ആക്സസ് ടു ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻ മേ ബി എന്താണ് പബ്ലിക് ഡേറ്റ ഈസ് നോട്ട് കൺസിഡേർഡ് സെൻസിറ്റീവ്. പബ്ലിക്കിന് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ ഉണ്ടെന്നാണ്, അത് വലിയ വിഷയമൊന്നുമില്ല. ഇവിടെ ആണെങ്കിലോ മോഡറേറ്റ് ആണെങ്കിലോ ആക്സസ് ടു ദ ഇന്റേണൽ ഡേറ്റ മേ ബി ഓതറൈസ്ഡ് ടു ദ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. നോൺ പബ്ലിക് ഓർ ഇന്റേണൽ ഡേറ്റ ഈസ് മോഡറേറ്റ്ലി സെൻസിറ്റീവ് ഇൻ നേച്ചർ. ഒരു എക്സ്റ്റെൻഡ് വരെ നമ്മളെ ബാധിക്കും. എന്ത് നമ്മുടെ മീഡിയം റിസ്ക് ഡേറ്റ പോയാൽ അല്ലേ, അല്ലെങ്കിൽ സെൻസിറ്റീവ് ഡേറ്റ പോയാൽ. ഇവിടെ ആണെങ്കിലോ കോൺഫിഡൻഷ്യൽ ഡേറ്റ ആണെങ്കിലോ ഹൈ അല്ലേ, ഹൈലി സെൻസിറ്റീവ് ആൻഡ് മേ ഹാവ് പേഴ്സണൽ പ്രൈവസി കൺസിഡറേഷൻ അല്ലേ. ഇപ്പൊ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ലോ റിസ്ക് ഡേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ആനുവൽ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നു, ലോ റിസ്ക്. ആരുടെയും കയ്യിൽ ഈസി ആയിട്ട് കിട്ടും, വലിയ വിഷയമില്ല, പബ്ലിക്കിന് അവൈലബിൾ. മീഡിയം റിസ്ക് ആണെങ്കിലോ, മീഡിയം റിസ്ക് ആണെങ്കിൽ എന്താണ് നമ്മുടെ കമ്പനിയിലെ ഒരു എന്താണ് ഒരു നമ്മുടെ ഒരു KMP, കീ മാനേജറൽ പേഴ്സണൽ പിരിഞ്ഞു പോവാൻ പോവാണ് എന്നുള്ളൊരു ഇൻഫർമേഷൻ പബ്ലിക്കിന് പോവാം. ടു സം എക്സ്റ്റെൻറ്റ് നമ്മളെ അത് ബാധിക്കും, പക്ഷെ എന്താണ് നമ്മളെ താറുമാറാക്കത്തില്ല. ഇനി അതല്ല, നമ്മുടെ പ്രൊഡക്ഷൻ പ്രോസസ്സ്, നമ്മുടെ സീക്രട്ട് ആയിട്ടുള്ള നമ്മുടെ എന്താണ് ട്രേഡ് സീക്രട്സ് അല്ലേ, അതുപോലെ എന്താണ് നമ്മുടെ നമ്മൾ തന്നെ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്തെടുത്തു, അതെന്താണ് അത് ആരും അറിയാതെ അത് എന്താണ് ലീക്ക് ആവുക. സോ അതൊക്കെ എന്താണ് ഹൈ ആണ്. സോ അത് കാരണം എന്താണ് കമ്പനിയെ മൊത്തത്തിൽ അത് ബാധിക്കും. സോ അതൊക്കെ എന്താണ് കോൺഫിഡൻഷ്യൽ ഡേറ്റ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അതാണ് എന്ത് ക്ലാസിഫിക്കേഷൻ, നമ്മുടെ എന്താണ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ മാട്രിക്സ് എന്ന് പറഞ്ഞാൽ. ജസ്റ്റ് വായിച്ചു നോക്കുക. ആൻഡ് ഡേറ്റ ഇത് അടുത്തത് സ്റ്റെപ്സ് ഫോർ എഫക്റ്റീവ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ. അണ്ടർസ്റ്റാൻഡിങ് ദ കറന്റ് സെറ്റപ്പ്, ക്രിയേഷൻ ഓഫ് എ ഡേറ്റ ക്ലാസിഫിക്കേഷൻ പോളിസി ആൻഡ് പ്രയോറിറ്റൈസ് ആൻഡ് ഓർഗനൈസ് ഡേറ്റ. പഠിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എങ്ങനെയാണ് ഡേറ്റ ക്ലാസിഫിക്കേഷൻ എഫക്റ്റീവായിട്ട് നമുക്ക് ഇംപ്ലിമെന്റ് ചെയ്യാം. ഓക്കെ, ടേക്കിംഗ് എ കോംപ്രഹെൻസീവ് ലുക്ക് അറ്റ് ദ ലൊക്കേഷൻ ഓഫ് ദ ഓർഗനൈസേഷൻസ് കറന്റ് ഡേറ്റ. ഇപ്പോൾ ഉള്ള ഡേറ്റേനെ എന്താണ് നമ്മൾ ഓവറോൾ ഒന്ന് നോക്കുക, അതിനെപ്പറ്റി എന്താണ് മനസ്സിലാക്കുക. And any applicable legislation is likely the best beginning point for successfully classifying data. Before one classifies data, one must know what data is having. എന്ത് ഡേറ്റയാണ് കയ്യിരിക്കുന്നതെന്ന് ഉള്ള പ്രോപ്പറായിട്ടൊരു എന്താണ് അണ്ടർസ്റ്റാൻഡിങ് ആൾക്ക് വേണം. രണ്ടാമത്തേതാണ് ക്രിയേഷൻ ഓഫ് എ ഡേറ്റ ക്ലാസിഫിക്കേഷൻ പോളിസി. എങ്ങനെ ക്ലാസിഫൈ ചെയ്യണം എന്നുള്ളതിന് എന്താണ് ഒരു ഐഡിയ വേണം. ഓക്കെ, സെറ്റ് ഓഫ് റൂൾസ് ഡിഫൈൻ ചെയ്യുക, അതനുസരിച്ച് ഇതിനെ ക്ലാസിഫൈ ചെയ്യുക. അടുത്തതാണ് പ്രയോറിറ്റൈസ് ആൻഡ് ഓർഗനൈസ് ഡേറ്റ. ഡേറ്റേനെ എന്തോ ചെയ്യും, പ്രയോറിറ്റൈസ് ചെയ്യുന്നു, ഓർഗനൈസ് ചെയ്യുന്നു, അതിനെ എന്താണ് കറക്റ്റ് സോർട്ട് ചെയ്ത് വെക്കുന്നു, കാറ്റഗറൈസ് ചെയ്യുന്നു. പിന്നെന്താണ് ആൻഡ് പ്രൈവസി ഓഫ് ഡേറ്റ, ദ ഒപ്റ്റിമൽ മെത്തേഡ് ടു ബി ചോസൺ ഫോർ ടാഗിങ് ഇറ്റ്. അതിനെ എന്ത് ചെയ്യുന്നു, അതിനെ ലേബൽ ചെയ്യുന്നു. സോ എന്താണ് ഇതാണ് സ്റ്റെപ്സ് ഫോർ എഫക്റ്റീവ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡേറ്റ. ഓക്കെ, സോ അത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ 9.2. ഇവിടെ നമ്മൾ എന്തൊക്കെ പഠിച്ച്, നമ്മളൊരു ഇത് പഠിച്ചല്ലേ, ഡേറ്റ പ്രോസസ്സിങ്ങിന്റെ ഓരോരോ സ്റ്റെപ്സ്, വാലിഡേഷൻ, സോർട്ടിംഗ്, അഗ്രിഗേഷൻ, അനാലിസിസ്, റിപ്പോർട്ടിംഗ്, പിന്നെ എന്താണ് ക്ലാസിഫിക്കേഷനിൽ തന്നെ എന്താണ് ഇത് പഠിക്കാൻ പറഞ്ഞല്ലേ, അതിന്റെ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സും, പിന്നെ എന്താണ് റിസ്കിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നത്, ലോ റിസ്ക്, മോഡറേറ്റ് റിസ്ക്, ഹൈ റിസ്ക്. അതിൽ തന്നെ എന്താണ്
അതിൻ്റെ ഒരു ഇമ്പാക്റ്റും ഇൻസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഇമ്പാക്റ്റും അതിൻ്റെ കാര്യങ്ങളും നമ്മളെടുത്ത് പറഞ്ഞു അല്ലേ. അതുപോലെ എന്താണ് സ്റ്റെപ്സ് ഫോർ എഫക്റ്റീവ് ഡാറ്റ ക്ലാസിഫിക്കേഷൻ. ഇതിനപ്പുറമൊന്നും ഇതിനകത്തൊന്നും ചോദിക്കാൻ സാധ്യതയില്ല. സോ എന്താ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളും കഴിഞ്ഞു. ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. ഡാറ്റ ഓർഗനൈസേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡാറ്റ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് അൺസ്ട്രക്ചർഡ് ഡാറ്റ ഇൻ ഡിസ്റ്റിങ് ഗ്രൂപ്പ്സ്. നമ്മുടെ ക്ലാസിഫിക്കേഷൻ പോലെ തന്നെ അല്ലേ. ഒരു മെനയില്ലാത്ത ഡാറ്റനെ നമ്മളൊരു മെനയാക്കി എടുക്കുന്നു, സോർട്ട് ചെയ്ത് അതിനെ എന്ത് ചെയ്യുന്നു, കാറ്റഗറൈസ് ചെയ്തെടുക്കുന്നു. ക്ലാസിഫിക്കേഷൻ ഓഫ് അൺസ്ട്രക്ചർഡ് ഡാറ്റ ഇൻ ഡിസ്റ്റിങ്ക്ട് ഗ്രൂപ്പ്സ്, ഓരോ ഗ്രൂപ്പ് ആക്കുന്നു. ദിസ് റോ ഡാറ്റ കംപ്രൈസസ് ഓഫ് വേരിയബിൾസ്, ഒബ്സർവേഷൻസ്. ഓക്കെ, ഇത്ര നോക്കാം. അടുത്തത് ഇത് ഡാറ്റ ഓർഗനൈസേഷൻ ഇൻ ദ പ്രോസസ് ഓഫ് അറേഞ്ചിങ് അൺസ്ട്രക്ചർഡ് ഡാറ്റ ഇൻ എ മീനിങ്ഫുൾ മാനർ. ക്ലാസിഫിക്കേഷൻ എന്താണ്? ഗ്രാഫിക്കൽ ടേബിൾ ആയിട്ടായിരിക്കാം, അല്ലെങ്കിൽ എന്താണ് ഇമേജ് ആയിട്ടായിരിക്കാം, ഡിസ്ട്രിബ്യൂഷൻ ടേബിൾസ് ആയിട്ടായിരിക്കാം. അങ്ങനെയൊക്കെ ചെയ്യുന്നതിന് എന്താണ് പറയുന്നത്? ഡാറ്റ ഓർഗനൈസേഷൻ. പിന്നെ ഇത് allows the user to arrange data in a manner which is easy to understand and manipulate. Challenging to deal with എന്താണ്? റോ ഡേറ്റനെ അനലൈസ് ചെയ്യാനത് ഹെൽപ്പ് ചെയ്യുന്നു. ഇത്ര മതി. ബാക്കിയെല്ലാം എന്താണ്? റെലവൻ്റ് അല്ല. അതാണ് എന്ത്? ഡേറ്റ ഓർഗനൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ എന്താ? ഓക്കെ, ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ ഈസ് എ ഫംഗ്ഷൻ ദാറ്റ് ഐഡന്റിഫൈസ്, quantifies all potential values for a variable as well as their relative frequency. Any population with dispersed data is categorized as a distribution. It is necessary to establish the population distribution type in order to analyze it using the appropriate statistical procedure. അതായത് എന്താണ്? ഒരേ സ്വഭാവമുള്ള വേരിയബിൾസിനെ എല്ലാം കൂടെ എന്താണ് ഗ്രൂപ്പ് ചെയ്ത് അതിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു. It is a function that identifies and quantifies all potential values for a variable as well as their relative frequency. ഒരു സാഹചര്യത്തിന് അനുയോജ്യമായിട്ട് വരാൻ എന്താണ് സാധ്യതയുള്ള എല്ലാ വേരിയബിൾസിനെ എന്ത് ചെയ്യുന്നു, അതിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിന് പറയുന്ന പേരാണ് ഡേറ്റ ഡിസ്ട്രിബ്യൂഷൻ. ആൻഡ് എന്താണ് അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ആ ഡിസ്ട്രിബ്യൂഷൻ ടൈപ്പിനെ അനലൈസ് ചെയ്യാനും അതിന് വേണ്ട സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രൊസീജിയർ അപ്ലൈ ചെയ്യാനും എന്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയും മതി. ദാറ്റ്സ് ഇറ്റ്, കഴിഞ്ഞു. ഇതൊക്കെ എക്സാമ്പിൾ ആണ്. 500 ഡാറ്റാ പോയിന്റ്സ് ഒക്കെ എക്സാമ്പിൾസ് ആണ്, നോട്ട് റെലവൻറ്റ്. പിന്നെ എന്താണ് ഇത്? ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്? നമുക്ക് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ആൻഡ് എന്താണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഡിസ്ക്രീറ്റ് ആൻഡ് കണ്ടിന്യൂസ്. ഈ ഡിസ്ക്രീറ്റിനും കണ്ടിന്യൂസിനും തന്നെ എക്സാമ്പിൾസ് ഉണ്ട്. ബൈനോമിയൽ, പോയിസൺ, ഹൈപ്പർ ജോമെട്രിക്, പിന്നെ എന്താണ് ജോമെട്രിക്. പേര് ഓർത്തിരിക്കുക. കണ്ടിന്യൂസ് ആണെങ്കിലോ നോർമൽ, ലോഗ് നോർമൽ, എഫ് ഡിസ്ട്രിബ്യൂഷൻ, ചി സ്ക്വയർ ഡിസ്ട്രിബ്യൂഷൻ, എക്സ്പോണൻഷ്യൽ, ടി സ്റ്റുഡൻറ്റ്. അത്രേ ഉള്ളൂ, കഴിഞ്ഞു. സോ എന്താണ് ഇത്? എന്താണെന്ന് നമുക്ക് പഠിക്കാനില്ല. സോ ഇതിൻ്റെ പേര് ഓർത്തിരിക്കുക. എന്താണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ ടൈപ്സ് ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പേരുകൾ ഓർത്ത് വെക്കുക. അല്ലാണ്ട് ഇതിൽ നിന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നമുക്കൊന്ന് ചോദിക്കാൻ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ മാത്രമുള്ള ഡാറ്റ കിട്ടില്ല. ഓക്കെ, സോ എന്താണ് അത് ഓർത്ത് വെക്കുക. ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്താ? ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷനും എന്താണ് കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷനും. ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റിസൾട്ട്സ് ഫ്രം കൗണ്ടബിൾ ഡാറ്റ ആൻഡ് ഹാസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് പൊട്ടൻഷ്യൽ വാല്യൂസ്. അത്രേ ഉള്ളൂ. എന്താണ് നമുക്ക് എണ്ണി തീരാൻ പറ്റുന്ന ഡാറ്റയാണ്. ആൻഡ് എന്താണ് അത് ഫൈനൈറ്റ് ആണ്, ഇൻഫിനിറ്റ് അല്ല. എന്താണ് നമുക്ക് ഇത്രയുമേ അതിന് ഔട്ട്കംസ് വരത്തുള്ളൂ എന്ന് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ എന്താണ് റോളിംഗ് ഡൈസ്. ഒരു ഡൈസ് ഇട്ട് കഴിഞ്ഞാൽ എന്താണ് നമുക്കറിയാം 6 ഔട്ട്കം, 1 തൊട്ട് 6 വരെ നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ. അതുപോലെ എന്താണ് സെലക്ടിങ് എ സ്പെസിഫൈഡ് എമൗണ്ട് ഓഫ് ഹെഡ്സ്. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒന്നി ഹെഡ്സ് അല്ലെങ്കിൽ ടെയിൽസ്. സോ അതാണ് ഡിസ്ക്രീറ്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. കണ്ടിന്യൂസ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ആട്ടോ. ഡാറ്റ പോയിന്റ്സ് ദാറ്റ് മേ റെപ്രസെന്റഡ് കണ്ടിന്യൂസ്ലി മെഷറിംഗ് സ്കെയില്. n നമ്പർ ഓഫ് പോസിബിലിറ്റീസ് അവിടെ വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. സോ എന്താണ് ടൈപ്സ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻസ്? ഡിസ്ക്രീറ്റും കണ്ടിന്യൂസും. ഡിസ്ക്രീറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൈറ്റ് ആണ്, കണ്ടിന്യൂസ് ആണെങ്കിൽ ഇൻഫിനിറ്റ് ആണ്. നമ്മൾ പിന്നെന്താ പഠിച്ചു? ഡാറ്റ ഓർഗനൈസേഷൻ പഠിച്ചു, ഡാറ്റ ഡിസ്ട്രിബ്യൂഷൻ പഠിച്ചു അല്ലേ. സോ അത്രേ ഉള്ളൂ എന്താ നമ്മുടെ 9.3 കഴിഞ്ഞു.
അടുത്ത എന്താണ് ഡേറ്റ ക്ലീനിങ് ആൻഡ് വാലിഡേഷൻ. ഈ ഡേറ്റ വാലിഡേഷൻ എന്നല്ലേ നമ്മൾ അവിടെയും പഠിച്ചത്. സെയിം സാധനം തന്നെ റെപ്പറ്റീഷൻ ആണ്. സോ എന്താണ് പഠിക്കുക, അത്രേ ഉള്ളൂ. സോ നമുക്ക് നോക്കാം. ഡേറ്റ ക്ലീനിങ്. Data cleaning is the process of correcting, deleting inaccurate, corrupted, improperly formatted, duplicate or insufficient data from a data set. When data sets are combined, there are numerous chances for data duplication and mislabeling. അതൊന്നും വേണ്ട, ഇത് പഠിക്കുക. പിന്നെ എന്താണ് data cleaning is different from data transformation. It is a process of removing irrelevant data from a data set. പിന്നെ എന്താണ് the process of changing data from one format structure to another is known as data transformation. അപ്പോൾ എന്താണ് ഡേറ്റ ക്ലീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡേറ്റ എല്ലാം എടുത്തു, ഇതിനകത്തുനിന്ന് വേണ്ടാത്തതിനെല്ലാം എന്ത് ചെയ്യുന്നു, വെട്ടിക്കളയുന്നു, എടുത്ത് കളയുന്നു. വേണ്ടാത്തതിനെ റിമൂവ് ചെയ്യുന്നു, വേണ്ടതിനെ മാത്രം വെക്കുന്നു. അതിന് പറയുന്ന പേരാണ് ഡേറ്റ ക്ലീനിങ്. ആൻഡ് ഇതിന് ഒരു ഫോർമാറ്റിൽ നിന്ന് മറ്റൊരു ഫോർമാറ്റിലോട്ട് മാറ്റുന്നതിന് പറഞ്ഞ പേരാണ് ഡേറ്റ ട്രാൻസ്ഫോർമേഷൻ. മാർക്ക് ചെയ്ത മാത്രം നോക്കുക. സ്റ്റെപ്സ് ഫോർ ഡേറ്റ ക്ലീനിങ്. ഡേറ്റ ക്ലീനിങ്ങിന്റെ സ്റ്റെപ്സ് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. സ്റ്റെപ്സ് ഫോർ ഡേറ്റ ക്ലീനിങ്. റിമൂവൽ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആൻഡ് ഇറലവന്റ് ഇൻഫർമേഷൻ. ഒരേ സാധനം തന്നെ റെപ്പറ്റേഷൻ അടിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ റിമൂവ് ചെയ്യുക. ടൈറ്റിൽ പഠിച്ചോണം, ഓരോ സ്റ്റെപ്പിൻ്റെ ടൈറ്റിൽ. ഓക്കെ. എലിമിനേറ്റ് അൺനെസറി ഒബ്സർവേഷൻസ്, ഡ്യൂപ്ലിക്കേറ്റ്സ്, ഇറലവൻറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്താ റിമൂവ് ചെയ്യുക. അതുകൊണ്ട് എന്താണ് നമുക്ക് വേണ്ടത് മാത്രമേ നമുക്ക് അതിനകത്ത് നിൽക്കത്തുള്ളൂ. സോ അത് തന്നെയാണ് പറയുന്നത്, എന്ത് ഇത് ഓവറോൾ പറയുന്നത് അത് തന്നെയാണ്. സോ ഈ ഒരു ഫസ്റ്റ് ലൈൻ. പിന്നെ എന്താണ് വെൻ യു മെർജ് ഡാറ്റ സെറ്റ്സ് ഫ്രം ന്യൂമറസ് ഡാറ്റ പൊട്ടൻഷ്യൽ ടു പ്രൊഡ്യൂസ് ഡ്യൂപ്ലിക്കേറ്റ് ഡാറ്റ. നമ്മളെന്താണ് ഒരുപാട് ഡാറ്റ എടുക്കുമ്പോൾ എന്താണ് ചിലപ്പോൾ ഡ്യൂപ്ലിക്കേഷൻ വരാൻ സാധ്യതയുണ്ട്. ഈ ഡ്യൂപ്ലിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ഈ ഒരേ സാധനത്തിന് തന്നെ റെപ്പിറ്റേഷൻ വരുന്നതിനെ ഡിലീറ്റ് ചെയ്ത് കളയാം. പിന്നെ എക്സാമ്പിളാണ് നോട്ട് റെലവൻറ്റ്. സ്റ്റെപ്പ് 2 ഫിക്സ് സ്ട്രക്ചറൽ എറേഴ്സ്. അതിൻ്റെ സ്ട്രക്ചറിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, അതിൻ്റെ ഫോർമാറ്റിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ, അല്ല ഇപ്പം നമ്മളിപ്പോൾ എന്താണ് ഒരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ അതിന് ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലൈസ് ചെയ്തിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ എന്താണ് വേണ്ടടുത്ത് കുത്തും കോമ ഇട്ടിട്ടില്ലെങ്കിൽ, ഒരു സെൻറ്റൻസ് സെൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല എങ്കിൽ, അതുപോലെ എന്താണ് ചിലയിടത്ത് എൻ എന്ന് എഴുതുക, അതായത് ഇവിടെ ഫോർ എൻ എന്ന് എഴുതുന്നു, ചിലടത്ത് നോട്ട് ആപ്ലിക്കബിൾ എന്ന് എഴുതുന്നു. അപ്പോൾ എന്താണ് ഒരു യൂണിഫോമിറ്റി ഇല്ല. സോ എല്ലായിടത്തും യൂണിഫോമിറ്റി വരുത്തുക. സ്ട്രക്ചറിൽ എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ ഫിക്സ് ചെയ്യുന്നു. അതാണ് സ്റ്റെപ്പ് 2. അടുത്തത് സ്റ്റെപ്പ് 3 ഫിൽട്ടർ അൺവാണ്ടഡ് ഔട്ട്ലയേഴ്സ്. ഔട്ട്ലയേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഡേറ്റ ഇത് മാറി കിടക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ, നമ്മുടെ ഡേറ്റയുമായിട്ടൊരു ബന്ധവും കാണത്തില്ല, പക്ഷെ എന്താണ് നമ്മുടെ ഡേറ്റയിലുണ്ട്, പക്ഷെ ഡേറ്റയുമായിട്ടൊരു ബന്ധവുമില്ല, അങ്ങനെ മാറി കിടക്കുന്ന എന്തെങ്കിലും ഐറ്റംസ് ഉണ്ടെങ്കിൽ എന്താണ് അതിനെ ഫിൽട്ടർ ഔട്ട് ചെയ്ത് കളയുന്നു. You will encounter observations that at first look do not appear to fit inside the data you are evaluating. നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്ന ഡേറ്റയുമായിട്ട് എന്താണ് അജഗജാന്തര ബന്ധം കാണാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അതിനെ എടുത്ത് കളയണം. കൺസിഡർ ഡിലീറ്റിംഗ് ആൻ ഔട്ട്ലയർ ഇഫ് ഇറ്റ് അപ്പിയേഴ്സ് ടു ബി അൺറിലേറ്റഡ് ടു ദ അനാലിസിസ് ഓർ ആൻ എറർ. നമ്മൾ അതുമായിട്ട് ബന്ധമില്ലെങ്കിൽ എന്താണ് അതിനെ ഡിലീറ്റ് ചെയ്യണം. സ്റ്റെപ്പ് നമ്പർ 4 ഹാൻഡിൽ മിസ്സിംഗ് ഡേറ്റ. എന്ത് ചെയ്യണം, മിസ്സിംഗ് വാല്യൂസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, അതിനെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലേ. Many algorithms do not accept missing values, hence the missing data cannot be ignored. Data missing ആണെങ്കിൽ എന്താണ് അൽഗോരിതം അതിനെ എന്ത് ചെയ്യും, അക്സെപ്റ്റ് ചെയ്യത്തില്ല. സെവറൽ അപ്രോച്ചസ് ടു ഹാൻഡിൽ മിസ്സിംഗ് ഡേറ്റ. എന്താണ് നോക്കി, ഫസ്റ്റ് ഓൾട്ടർനേറ്റീവ് എന്താണ്, the missing values may be dropped by doing so results in loss of information. This should be kept in mind for doing so. ഡേറ്റ മിസ്സിംഗ് ആയിട്ടുള്ള ഒബ്സർവേഷൻസിന് നമ്മളങ്ങ് സ്കിപ്പ് അടിക്കുന്നു. അതല്ലെങ്കിൽ സെക്കൻഡ് ഓൾട്ടർനേറ്റീവ് എന്താണ്, മിസ്സിംഗ് നമ്പേഴ്സ് മേ ബി എൻറ്റേർഡ് ബേസ്ഡ് ഓൺ അതർ ഒബ്സർവേഷൻ. സിമിലർ പാറ്റേൺ ഉള്ള സാധനത്തിൻ്റെ വെച്ചിട്ട് എന്താണ് നമ്മൾ മിസ്സിംഗ് വാല്യൂ എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. സോ ഇത് രണ്ടും എന്താണ് മിസ്സിംഗ് ഡേറ്റ ഫിൽ ഔട്ട് ചെയ്യുന്ന പ്രോസസ്സുകളാണ്. രണ്ട് ഓൾട്ടർനേറ്റീവ്സാണ്. ഓക്കെ, ഇത് ഓർത്തിരിക്കുക. മിസ്സിംഗ് ഡേറ്റ മിസ്സിംഗ് ആണെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യുക. ഒന്നിൽ എങ്ങനെ ഹാൻഡിൽ ചെയ്യേണ്ട, ഒന്നിൽ എന്താണ് നമുക്ക് ആൻസർ അറിയത്തില്ലെങ്കിൽ എന്താണ് ക്വസ്റ്റ്യൻ മൊത്തത്തിൽ വെട്ടിക്കളയുന്നു, അല്ലെങ്കിൽ എന്താണ് ഓക്കെ സിമിലർ ആയിട്ടുള്ള ഒരു എന്താണ് ക്വസ്റ്റ്യൻ്റെ ആൻസർ നോക്കിയിട്ട് ഇങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതുന്നു. അടുത്ത എന്താണ് വാലിഡേഷൻ ആൻഡ് QA. ആസ് എ പാർട്ട് ഓഫ് ബേസിക് വാലിഡേഷൻ എന്താണ് നോക്കിക്കേ, ഡസ് ദ ഡേറ്റ മേക്ക് സെൻസ്. നമ്മുടെ ഡേറ്റ കൊണ്ട് എന്താണ് ഓക്കെ ഇത് കണ്ടാൽ എന്താണ് നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ. ഡസ് ദ ഡേറ്റ അഡയർ ടു ദ റെഗുലേഷൻസ് ആപ്ലിക്കബിൾ. നമ്മുടെ ഡേറ്റ എന്താണ് വേണ്ട റൂൾസുമായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നുണ്ടോ, നമ്മുടെ ഹൈപ്പോത്തിസിസുമായിട്ട് എന്താണ് വെരിഫൈ ചെയ്യുന്നുണ്ടോ, അതോ കോൺട്രാക്ട് ചെയ്യുന്നുണ്ടോ, ഈ വക കാര്യങ്ങളൊക്കെ എന്താണ് അനലൈസ് ചെയ്യണം. സോ എന്താണ് ഈ വക ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ് നമ്മളെ അനലൈസ് ചെയ്യണം. ഫോൾസ് അസംപ്ഷൻ ബേസ്ഡ് ഓൺ ഇന്നാക്യുറേറ്റ് ഓർ ഡേർട്ടി ഡേറ്റ ക്യാൻ ലീഡ് ടു ദ ഇൻഎഫിഷ്യൻറ്റ് കമ്പനി സ്ട്രാറ്റജീസ് ആൻഡ് ഡിസിഷൻസ്.
മതി. അതാണ് എന്ത് വാലിഡേഷൻ ആൻഡ് ക്യു എ. അത്രേ ഉള്ളൂ. അപ്പോൾ എന്താണ് നമ്മുടെ സ്റ്റെപ്സ് കഴിഞ്ഞു അല്ലേ. സോ 5 സ്റ്റെപ്പ്: റിമൂവൽ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആൻഡ് റിലവൻറ്റ് ഡാറ്റ, ഫിക്സ് സ്ട്രക്ചറൽ എറേഴ്സ്, ഫിൽട്ടർ അൺവാണ്ടഡ് ഔട്ട്ലയേഴ്സ്, ഹാൻഡ്ലിംഗ് മിസ്സിംഗ് ഡാറ്റ, വാലിഡേഷൻ ആൻഡ് ക്യു എ. പിന്നെ എന്താണ് ബെനിഫിറ്റ്സ് ഓഫ് ക്വാളിറ്റി ഡാറ്റ. ക്വാളിറ്റി ഡാറ്റയുടെ ബെനിഫിറ്റ്സ് എന്താ? വാലിഡിറ്റി, ആക്യുറസി, കംപ്ലീറ്റ്നെസ് ആൻഡ് കൺസിസ്റ്റൻസി. 4 പോയിന്റ്സ്, ഈസി ടു റിമെമ്പർ. VSEC വാക്ക്. ബെനിഫിറ്റ്സ് ഓഫ് ക്വാളിറ്റി ഡാറ്റ നോക്കി കഴിഞ്ഞാൽ. പിന്നെ ഡാറ്റ ക്ലീനിങ്ങിന്റെ ബെനിഫിറ്റ്സ് അടുത്ത്. ഡാറ്റ ക്ലീനിങ് ചെയ്താലുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളത് എന്താണ് നോക്കിക്കേ. എറേഴ്സ് കുറയും, മിസ്റ്റേക്സ് കുറയും. പിന്നെ എന്താണ് നമ്മുടെ ഡാറ്റ കുറച്ചുകൂടെ മാപ്പ് ചെയ്യാനും നമ്മുടെ യൂസിനും കുറച്ചുകൂടെ ആപ്റ്റ് ആവും. മിസ്റ്റേക്സ് മോണിറ്റർ ചെയ്യാൻ പറ്റും. എഫിഷ്യൻസി കൂടും. ഡിസിഷൻ മേക്കിങ്ങും പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റും. 5 പോയിന്റ്സ്. ഓക്കെ, എല്ലാത്തിലും കോറായിട്ട് പറയുന്ന സെയിം കാര്യം തന്നെയാണ്. എറേഴ്സ്, മിസ്റ്റേക്സ്, ആപ്റ്റ് യൂസേജ്, പിന്നെ എന്താണ് മിസ്റ്റേക്സ് പറയുന്നുണ്ട്, എഫക്റ്റീവ് യൂസേജ്, ഡിസിഷൻ മേക്കിംഗ്. നിങ്ങൾക്ക് തന്നെ എഴുതാവുന്നതേ ഉള്ളൂ. ഡാറ്റ വാലിഡേഷൻ ഇപ്പം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തതേ ഉള്ളൂ അല്ലേ. എന്താ നമുക്ക് വേണ്ട രീതിയിലാണോ നമ്മൾ ചെക്ക് ചെയ്യുക. നമ്മൾ എന്താണ് നമ്മുടെ ഔട്ട്പുട്ട് ചെയ്യുന്ന ഡാറ്റ നമ്മുടെ എല്ലാ റിക്വയർമെന്റ്സും മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുക. ഡാറ്റ വാലിഡേഷൻ ക്രൂഷ്യൽ കമ്പോണന്റ് ഓഫ് എന്താണ് നോക്കുക മാനേജ്മെന്റ് ഡാറ്റ പ്രോസസിംഗ്. അബൌട്ട് കളക്ടിങ് ഇൻഫർമേഷൻ എന്താണ് ഇഫ് ദ ഇനിഷ്യൽ ഡാറ്റ ഇസ് നോട്ട് വാലിഡ് ദ ഔട്ട്കംസ് വിൽ നോട്ട് ബി ആക്യുറേറ്റ്. സോ എന്താണ് ഡാറ്റ വാലിഡേഷൻ ചെയ്യുക. ഓക്കെ, അടുത്തത് ടൈപ്സ് ഓഫ് ഡാറ്റ വാലിഡേഷൻ. കുറച്ച് പ്രോസസ്സുകൾ പറയുന്നുണ്ട്. ഡാറ്റ ടൈപ്പ് ചെക്ക്. എന്താണ് എന്ത് ഡാറ്റ ടൈപ്പ് ആണുള്ളത് നോക്കുക അല്ലേ. ന്യൂമറിക് വാല്യൂസ് ആണോ, ആണെങ്കിൽ എന്താണ് ന്യൂമറിക് തന്നെയാണോ ഇട്ടേക്കുന്നത് നോക്കുക. സോ അതൊരു എക്സാമ്പിളാണ്. ഡാറ്റ ടൈപ്പ് കറക്റ്റ് ആണോ നോക്കുക. കോഡ് ചെക്ക്. കോഡ് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നോക്കിക്കേ. ഇപ്പം ഇറ്റ് ഈസ് ഈസി ടു വെരിഫൈ ദ വാലിഡിറ്റി ഓഫ് പോസ്റ്റൽ കോഡ് ബൈ കമ്പയറിംഗ് ഇറ്റ് ടു എ ലിസ്റ്റ് ഓഫ് വാലിഡ് കോഡ്സ്. ജസ്റ്റ് എക്സാമ്പിൾസ് മാത്രമാണ് അല്ലേ. ഒരു ഫീൽഡിൽ പറഞ്ഞേക്കുന്ന സാധനത്തിന്റെ എന്താണ് കോഡ് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യുക. റേഞ്ച് ചെക്ക്. നമ്മുടെ ഡാറ്റ കറക്റ്റ് റേഞ്ചിൽ തന്നെയാണോ എന്താണ് നമ്മൾ ഇൻപുട്ട് ചെയ്തേക്കെന്ന് നോക്കുക. നമുക്ക് എന്താണ് നമുക്ക് എടുക്കേണ്ട റീജിയനിൽ നിന്ന് തന്നെയാണോ നമ്മൾ ഡാറ്റ കളക്ട് ചെയ്തേക്ക് നോക്കുക. അതാണ് റേഞ്ച് ചെക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഫോർമാറ്റ് ചെക്ക്. ഫോർമാറ്റ് ചെക്ക് എന്ന് വെച്ചാൽ എന്താ വേണ്ട ഫോർമാറ്റിൽ തന്നെയാണോ അത് പ്രസന്റ് ചെയ്തേക്കുന്നത് നോക്കുക. അതാണ് എന്ത് ഫോർമാറ്റ് ചെക്ക്. കൺസിസ്റ്റൻസി ചെക്ക്. എന്താണ് ഡാറ്റ ഇൻപുട്ട് കൺസിസ്റ്റന്റ് മാനറിലാണോ പോയേക്കുന്നത് നോക്കുക. യൂണിക്നെസ് ചെക്ക്. എന്താണ് അതിനും എക്സാമ്പിൾ കൊടുത്തേക്കുന്നത് പാൻ ഓർ ഇമെയിൽ എന്താ യൂണീക്ക് ആണ്. സോ എന്താണ് അതിന്റെ യൂണീക്നെസ് അല്ലേ. യൂണീക്നെസ് ചെക്ക് ഗ്യാരണ്ടീസ് ദാറ്റ് ആൻ ഐറ്റം ഈസ് നോട്ട് പുട്ട് ഇൻ ടു എ ഡാറ്റാബേസ് ന്യൂമറസ് ടൈംസ്. ഒരേ ആൾക്ക് 2 പാൻ വരാം, രണ്ടാൾക്ക് ഒരേ പാൻ നമ്പർ വരാൻ പറ്റുമോ? പറ്റത്തില്ല അല്ലേ. അതുപോലെ തന്നെയാണ് ആധാർ നമ്പറും അല്ലേ. സോ ഇമെയിൽ ID അതുപോലെ തന്നെയാണ്. നമ്മൾ നോക്കുമ്പോൾ പറയും എന്താ ഓൾറെഡി ഇൻ യൂസ് എന്ന്. സോ എന്താണ് അതാണ് യൂണീക്നെസ് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഇങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ എന്താണ്. സോ ഇതും എന്താണ് പേര് ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ഡാറ്റ ടൈപ്പ്, കോഡ്, റേഞ്ച്, ഫോർമാറ്റ്, കൺസിസ്റ്റൻസി ആൻഡ് യൂണീക്നെസ്. ഓക്കെ, കഴിഞ്ഞു. സോ എന്താണ് നമുക്ക് ഇന്നത്തെ സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ എല്ലാവരും എന്താണ് പ്രീവിയസ് സെഷൻ കാണുക. അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഇന്നത്തെ സെഷൻ നോക്കുക. ഓക്കെ, അപ്പം ഓൾ ദ ബെസ്റ്റ്. ബൈ.